Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon. PDF കാണാമോ? ക്യാമറയുടെ മുന്നിലേക്ക് കുറച്ചും കൂടി നീങ്ങിയിരിക്കോ? പകുതി കാണുന്നുള്ളൂ. കാണാമോ? ഓക്കെ. കാണാമോ? എന്നാലും മാം കുറച്ചും കൂടി അങ്ങോട്ട് ചെരിഞ്ഞപ്പോ ഒരു കണ്ണിന്റെ ഭാഗമില്ല. കാണാം. നോക്കട്ടെ. ഇപ്പൊ ഒന്ന് നോക്കി കാണാമോ? ക്ലിയർ ആയി, കുഴപ്പമില്ല. ശരി. വേറെ ക്ലാസ് ആണ്, അതാണ് ക്യാമറ മാറി. ഫുഡൊക്കെ കഴിച്ചോ? ഇപ്പൊ 3 മണി വരെ ക്ലാസ് ഉണ്ടാവുള്ളൂ കേട്ടോ. കണ്ടിന്യൂ ചെയ്തെടുക്കണേ. 10 മിനിറ്റ് ബ്രേക്ക് തരാം അതിന്റെ ഇടയില്. എന്തൊക്കെയുണ്ട്? സുഖമാണ് എല്ലാവർക്കും? ടീന് തിരിച്ചു പോയോ? ഇല്ല. June 7th. PDF എല്ലാവർക്കും വിസിബിൾ അല്ലേ? അതെ. ശരി. സൗദൊക്കെ കയറാറില്ലേ ക്ലാസ്സിലിപ്പോ? 2 ദിവസമായിട്ട് കാണുന്നില്ല. ക്ലാസ് ബോറടിക്കുന്നതാണെന്ന് ഒന്ന് പറയണം കേട്ടോ. എന്തൊരു കമ്പാണ്. വേറെ ക്വസ്റ്റ്യൻ ചോദിച്ചതേ പോലെ കമ്പ് വരാറുണ്ടോ? കഴിഞ്ഞ ക്ലാസ്സില് മെറ്റീരിയൽസ് മാനേജ്മെന്റിലെ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് പർച്ചേസിംഗ് ആണ് പഠിച്ചത് അല്ലേ? ഒബ്ജക്റ്റീവ്സ് ഓഫ് പർച്ചേസിംഗില് 6 ROs പഠിച്ചത്. ഏതൊക്കെയാണ് 6 ROs? 6 ROs ഓഫ് പർച്ചേസിംഗ്. Right quality, right quantity, right price, right vendor, right source, right time, right place. ഇനി നമ്മളിവിടെ വെണ്ടർ ഇവാലുവേഷൻ പറഞ്ഞിരുന്നോ? വെണ്ടേഴ്സിനെ കുറിച്ചിട്ട്
ഇതുവരെയാണോ പറഞ്ഞത്? താഴത്തെ ഈ ഒരു പാരഗ്രാഫ് എടുത്തായിരുന്നോ? ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഹോസ്പിറ്റലിൽ നമുക്ക് അപ്രൂവൽ ആയിട്ടുള്ള കുറച്ച് വെൻഡേഴ്സ് ഉണ്ട്, കച്ചവടക്കാരുടെ ലിസ്റ്റ് ഉണ്ടായിരിക്കും. ആ ലിസ്റ്റിൽ അപ്രൂവ് ചെയ്തിരിക്കുന്ന ആൾക്കാരുമായിട്ടായിരിക്കും നമ്മൾ കൂടുതലും മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നത്. ഓക്കെ. Purchase is a business function since we convert resources into services and is then issued. Purchasing is a spending function and it's coordinates with the finance department in even bulk purchase. The purchasing department ഏറ്റവും കൂടുതൽ കോർഡിനേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് മാത്രമായിരിക്കും. ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റുമായിട്ടായിരിക്കും. അതായത് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിൽ ഏറ്റവും കൂടുതൽ സഹകരണങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ അതിനാൽ തന്നെ അവരുമായിട്ട് ഏറ്റവും നല്ല കോർഡിനേഷൻസോടുകൂടിയായിരിക്കും പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കുന്നത്. ഇനി പർച്ചേസിംഗ് ഇസ് എ വിഗോറസ് മാനേജ്മെന്റ് ആക്ടിവിറ്റി ആസ് വി റിക്വയർ പ്രോപ്പർ പ്ലാനിംഗ് ഓഫ് മെറ്റീരിയൽസ്, price forecasting, demand forecasting, organizing, coordination, able administration, timely decision. എന്താണ് ഈ വിഗോറസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്? പർച്ചേസിംഗ് ഈസ് എ വിഗോറസ് മാനേജ്മെന്റ് ആക്ടിവിറ്റി. വിഗോറസ് മീൻസ് എന്താ? വിഗോറസ് കേട്ടുണ്ടോ വാക്ക? ഇങ്ങനെ വാക്ക് നിങ്ങളുടെ ടെക്സ്റ്റിലില്ലേ? യെസ്, എന്താ മീൻസ് കരുത്തുള്ള എന്നൊക്കെ പറയില്ലേ, നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ള എന്നൊക്കെ പറയില്ലേ? കരുത്ത്, സ്ട്രോങ് എന്നൊക്കെ പറയില്ലേ? അതാണ്. അതായത് ഹോസ്പിറ്റലിൽ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ഏറ്റവും വിഗോറസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ്, അതായത് ഏറ്റവും കരുത്തുള്ള ആക്ടിവിറ്റീസ് ആണ് ഇത് കൈകാര്യം ചെയ്യുന്നത്, അല്ലെ? അതായത് പ്രോപ്പർ ആയിട്ട് മെറ്റീരിയൽസിന് വേണ്ടിയുള്ള പ്ലാനിങ് നടത്തുന്നു, പ്രൈസ് ഫോർകാസ്റ്റ് ചെയ്യുന്നു, ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യുന്നു, ഓർഗനൈസ് ചെയ്യുന്നു, പ്രിപ്പറേഷൻസ് അല്ലെങ്കിൽ അറേഞ്ച്മെന്റ്സ് ഒക്കെ അറേഞ്ച് ചെയ്യുന്നു, കോർഡിനേറ്റ് ചെയ്യുന്നു, പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ടൈംലി ഡിസിഷൻസിൽ എടുക്കുകയും ചെയ്യുന്നു. അത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്താണ് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് ഏറ്റവും നല്ലൊരു കരുത്തുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ്, വിഗോറസ് ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഓക്കെ. ഇവരുടെ തീരുമാനങ്ങൾ അനുസരിച്ചിട്ടാണ് ഹോസ്പിറ്റലിലെ എല്ലാ മെറ്റീരിയൽസിന്റെയും വിതരണ ഡിസ്ട്രിബ്യൂഷൻസും സെയിൽസും ഒക്കെ കൃത്യമായിട്ട് നടക്കുന്നത്. ഇനി പർച്ചേസിംഗ് ഓഫ് ഹോസ്പിറ്റൽ വേ അക്കോർഡിംഗ് ടു ദ സൈസ് ആൻഡ് ആക്ടിവിറ്റീസ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഇപ്പൊ നമ്മളൊരു ഹോസ്പിറ്റലിലേക്ക് സാധനം പർച്ചേസ് ചെയ്യുന്നത് മിക്കവാറും അതിന്റെ സൈസ് നോക്കിയിട്ടാണ്, അല്ലെ? ഹോസ്പിറ്റലിലെ വലിപ്പം എത്രത്തോളം ഉണ്ട് അതിനനുസരിച്ചിട്ട് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹോസ്പിറ്റലിലേക്ക് അതിന്റെ മെറ്റീരിയൽസുകൾ വാങ്ങിക്കുന്നത്, പർച്ചേസ് ചെയ്യുന്നത്, അല്ലെ? അതായത് ഒരു ഹോസ്പിറ്റൽ എത്രത്തോളം വലുതാണ് അല്ലെങ്കിൽ അവിടുത്തെ ആക്ടിവിറ്റീസ് എത്രത്തോളം ഉണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ആ ഹോസ്പിറ്റലിലേക്കുള്ള മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നത്. അപ്പൊ വലിയ ഹോസ്പിറ്റൽ ആണെങ്കിൽ അത്യാവശ്യം അധികം മെറ്റീരിയൽസ് വേണ്ടി വരുന്നു. ചെറിയ ഹോസ്പിറ്റൽ ആണെങ്കിലോ ചെറിയ രീതിയിലുള്ള മെറ്റീരിയൽസ് മാത്രം മതിയാവും. ഓക്കെ. അപ്പൊ ഇവിടെ സൈസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടും അല്ലെങ്കിൽ ആക്ടിവിറ്റീസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസുകൾ പർച്ചേസ് ചെയ്യുന്നത്. കേട്ടോ, മനസ്സിലായോ? യെസ്. ഇനി നമ്മൾ പഠിക്കുന്നത് 3 types of purchases in hospitals. നിങ്ങളുടെ ജൂൺ ലാസ്റ്റ് ആകുമ്പോൾ നിങ്ങളുടെ കോഴ്സ് കംപ്ലീറ്റ് ആവും കേട്ടോ. ജൂൺ ലാസ്റ്റ് ആണ് നമ്മളുടെ ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. 3 ഉം 4 ഉം കൊണ്ടുകൂടി തീർക്കാനൊക്കെയുള്ള ഡേറ്റ് അടുത്ത മാസം ലാസ്റ്റോട് കൂടി. ഓക്കെ. ഇനി നമ്മൾ പഠിക്കുന്നത് 3 types of purchase in hospitals ആണ്. 3 types of purchase ഉണ്ട്. ലോക്കൽ പർച്ചേസ്, പർച്ചേസ് ഫ്രം സപ്ലയർ, ഇമ്പോർട്ട് പർച്ചേസ്. ഓരോ പർച്ചേസ് നമുക്ക് എന്താണെന്ന് നോക്കാം. ആദ്യത്തെ പർച്ചേസ് എന്ന് പറയുന്നത് ലോക്കൽ പർച്ചേസ്. ലോക്കൽ പർച്ചേസിംഗ് is a preference to buy goods and services which are locally produced rather than those produced in distant places. ഓക്കെ. ഇതിനൊരു എക്സാമ്പിൾ പറയാം. നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു സാധനം പെട്ടെന്ന് തീർന്നു കഴിഞ്ഞാല് നിങ്ങൾ എവിടെ നിന്നാ പോയി വാങ്ങിക്കുന്നത്? വീട്ടിൽ എന്തെങ്കിലും അത്യാവശ്യം സാധനം തീർന്നു, അല്ലെ? അപ്പൊ നിങ്ങൾ എവിടെ പോയി വാങ്ങിക്കാം? അതെനിക്കറിയാം, കടയിൽ പോയി വാങ്ങിക്കാം. നിയറസ്റ്റ് ഷോപ്പ്, അല്ലെ? ഒത്തിരി ദൂരമുള്ള എവിടെയെങ്കിലും പോയായിരിക്കും നിങ്ങൾ വാങ്ങുന്നത്. തൊട്ടടുത്ത കട ഏതാണോ അവിടെ പോയായിരിക്കും നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നത്, അല്ലെ? എവിടെ? അതെ, ഏറ്റവും അടുത്തുള്ളതിനാണ് നമ്മളവിടെ പ്രിഫറൻസ് കൊടുക്കുന്നത്. അപ്പൊ ലോക്കൽ പർച്ചേസ് എന്ന് പറയുന്നത് എന്താണ്? ലോക്കൽ പർച്ചേസിംഗ് ഈസ് എ പ്രിഫറൻസ് ടു ബൈ ഗുഡ്സ് ആൻഡ് സർവീസസ് വിച്ച് ആർ ലോക്കലി പ്രൊഡ്യൂസ്ഡ് റാദർ ദാൻ ദോസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ഡിസ്റ്റന്റ് പ്ലേസ്. നമ്മൾ ഡിസ്റ്റന്റ് പ്ലേസ് അല്ല ഇവിടെ ചൂസ് ചെയ്യുന്നത്. ലോക്കൽ പർച്ചേസ്
പറയുമ്പോൾ എന്താണ് ഏതെങ്കിലും മെറ്റീരിയൽസ് ആവശ്യമായിട്ട് വന്നാൽ നമ്മുടെ തൊട്ടടുത്തുള്ള പ്ലേസസിൽ തൊട്ടടുത്തുള്ള ഷോപ്സിൽ നിന്നായിരിക്കും എന്താണെങ്കിൽ കമ്പനീസിൽ നിന്നായിരിക്കും എന്തോ വാങ്ങിക്കുന്നത് ആ മെറ്റീരിയൽ നമ്മൾ ചൂസ് ചെയ്യുന്നത്, ആ ഗുഡ്സ് ആൻഡ് സർവീസസ് നമ്മൾ ചൂസ് ചെയ്യുന്നത് കേട്ടോ. ഏറ്റവും അടുത്തുള്ള രീതിയിൽ വിദൂര സ്ഥലങ്ങളിൽ ഡിസ്റ്റൻസ് പ്ലേസസിൽ പോവാതെ നമ്മൾ എന്ത് ചെയ്യുന്നു, ലോക്കൽ ആയിട്ടുള്ള പ്ലേസസിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നു. അതാണ് ഫസ്റ്റ് ടൈപ്പ് ഓഫ് പർച്ചേസ് എന്ന് പറയുന്നത്. ഏതാണ്? ലോക്കൽ പർച്ചേസ്. മനസ്സിലായോ? യെസ്. ഓക്കെ. നെക്സ്റ്റ് ഏതാണ്? നെക്സ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് പർച്ചേസ് ഫ്രം സപ്ലയർ. പർച്ചേസ് ഫ്രം സപ്ലയർ. When the purchase order is required by your supplier, it forms a valid agreement between you and your supplier to distribute products or provide a service on time and at a price agreed when you accept an invoice from your supplier. You can go together with it to the orders and post it to your accounts. Okay. Purchase from supplier എന്ന് പറയുന്നത് ഏത് ടൈപ്പ് ഓഫ് പർച്ചേസ് ആയിരിക്കും? നമ്മള് വിതരണക്കാരിൽ നിന്ന് വാങ്ങിക്കുന്നതാണ് അല്ലെ? അതിൽ നിന്നായിട്ട് ഇവിടെ പർച്ചേസ് ചെയ്യുന്നത് നമ്മള് എവിടെ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നത്? ആരൊക്കെ തമ്മിലുള്ള ഒരു പർച്ചേസ് ടൈപ്പ് ആണ്? പർച്ചേസ് ഫ്രം സപ്ലയർ. സപ്ലയർ ആരാണ്? ആരാണ് പിള്ളേരെ? ആരാണ്? നമ്മളിത് ആരിൽ നിന്നാണ് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നത്? ഡയറക്റ്റ് ആയിട്ടുള്ളൊരു പർച്ചേസ് ചെയ്യില്ല. അതായത് നമ്മൾ സപ്ലയറിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ടാണ് പർച്ചേസ് ചെയ്യുന്നത്. ഓക്കെ. മാത്രമല്ല ഇതൊരു വാലിഡ് എഗ്രിമെന്റ് ആണ്. ആരൊക്കെ തമ്മിലുള്ള വാലിഡ് എഗ്രിമെന്റ് ആണ്? ആരൊക്കെ തമ്മിലുള്ള വാലിഡ് എഗ്രിമെന്റ് ആണിത്? വാലിഡ് എഗ്രിമെന്റ് ബിറ്റ്വീൻ യു ആൻഡ് യുവർ കസ്റ്റമർ അല്ലെ? നമ്മളും കസ്റ്റമറും തമ്മിലുള്ള ഒരു അതായത് ഹോസ്പിറ്റലും സപ്ലയറും തമ്മിലുള്ള ഒരു വാലിഡ് ആയിട്ടുള്ള ഒരു എഗ്രിമെന്റ് ആണ് എന്ത്? പർച്ചേസ് ഫ്രം സപ്ലയർ എന്ന് പറയുന്നത്. ഈ ഒരു വാലിഡ് എഗ്രിമെന്റ് എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് ഈ വാങ്ങുന്ന സർവീസിൽ നിന്ന് നമ്മൾ ഒരു ഇൻവോയ്സ് ബില്ലായിരിക്കും അദ്ദേഹത്തിൽ നിന്ന് ചൂസ് ചെയ്യുന്നത്. അതായത് വാങ്ങുന്നത് ഇൻവോയ്സ് ബില്ല് എന്ന് പറയുന്നത് എന്താണ്? ഇൻവോയ്സ് ബില്ല് എന്നൊക്കെ പറയുന്നില്ല. ഇൻവോയ്സ് എന്ന് പറയുമ്പോൾ എന്തെല്ലാം സാധനങ്ങളായിരിക്കും ഉൾപ്പെടുന്നത്? എന്തെല്ലാം കാര്യങ്ങൾ ഉൾപ്പെടും? അതായത് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ബില്ലിനെയാണ് നമ്മൾ ഇൻവോയ്സ് ബില്ല് എന്ന് പറയുന്നത്. നമ്മൾ എന്താണോ സാധനം വാങ്ങിച്ചിരിക്കുന്നത് ആ സാധനവുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇതിലുണ്ടായിരിക്കും. ആ ഒരു ഇൻവോയ്സിൽ ഉണ്ടായിരിക്കും അല്ലെ? അതായത് എന്തെല്ലാം കാര്യങ്ങൾ, അതിന്റെ പ്രൈസ് ഉണ്ടാവും, ക്വാണ്ടിറ്റി ഉണ്ടായിരിക്കും, പിന്നെ കസ്റ്റമേഴ്സിന്റെ സപ്ലൈസിന്റെ ഒക്കെ നമ്പേഴ്സ് ഉണ്ടായിരിക്കും, ഏത് കമ്പനിയാണെന്നുള്ളത് ഉണ്ടായിരിക്കും എന്നുള്ള കാര്യങ്ങൾ അടങ്ങുന്ന ഒന്നാണ് എന്ത്? ഇൻവോയ്സ് ബില്ല് എന്ന് പറയുന്നത്. ഓക്കെ. യെസ്. അത് നിർബന്ധമായിട്ട് നമ്മൾ സപ്ലയറുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുകയും വേണം. കാരണം അതൊരു വാലിഡ് ആയിട്ടുള്ള ഒരു എഗ്രിമെന്റ് ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ കോംപ്ലിക്കേഷൻസ് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ലീഗൽ ആയിട്ടുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി ആ ഒരു ബില്ല് ആവശ്യമാണ് അല്ലെ? യെസ്. അപ്പൊ പർച്ചേസിനും സപ്ലയർ എന്ന് പറയുമ്പോൾ നമ്മൾ നേരിട്ട് സപ്ലയറിൽ നിന്ന് വിതരണക്കാരിൽ നിന്ന് നമ്മൾ വാങ്ങുന്ന ഒരു ടൈപ്പ് ഓഫ് പർച്ചേസ് ആണ് എന്താ? പർച്ചേസ് ഫ്രം സപ്ലയർ എന്ന് പറയുന്നത്. ഓക്കെ. യെസ്. സപ്ലയറുടെ കയ്യിൽ നിന്ന് നമ്മൾ ഇൻവോയ്സ് ബില്ല് തീർച്ചയായിട്ടും അതായത് നിർബന്ധമായിട്ട് നമ്മൾ സപ്ലയറുടെ കയ്യിൽ നിന്ന് ഇൻവോയ്സ് ചോദിച്ച് വാങ്ങിക്കുകയും വേണം. അതൊരു വാലിഡ് ആയിട്ടൊരു എഗ്രിമെന്റും ആണ്. ഓക്കെ. അതിൽ അത് നമ്മൾ ഏത് മെറ്റീരിയൽ ആണോ വാങ്ങിച്ചിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കംപ്ലീറ്റ് കാര്യങ്ങൾ ഉണ്ടായിരിക്കും. ഇനി മാത്രമല്ല നമ്മൾ ഈ ഇൻവോയ്സ് ബില്ല് നമ്മുടെ അക്കൗണ്ട്സിലേക്ക് കൃത്യമായിട്ടും അതിന്റെ കാര്യങ്ങളെല്ലാം തന്നെ പോസ്റ്റ് ചെയ്യുകയും വേണം. ഓക്കെ. അതായത് ഏത് മെറ്റീരിയൽ ആണോ വാങ്ങിച്ചിരിക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ട അതിന്റെ വിശദാംശങ്ങളെല്ലാം തന്നെ നമ്മൾ അക്കൗണ്ട്സിലേക്ക് പോസ്റ്റ് ചെയ്യുകയും വേണം. ഓക്കെ. അപ്പോൾ ഇതൊരു വിതരണക്കാരിൽ നിന്നും നേരിട്ടുള്ള ഒരു പർച്ചേസിംഗ് ടൈപ്പാണ് എന്താ? പർച്ചേസ് ഫ്രം സപ്ലയർ എന്ന് പറയുന്നത്. ആദ്യത്തെ ഏത് ടൈപ്പ് ആയിരുന്നു? ലോക്കൽ പർച്ചേസ്. ഇനി അടുത്തത് മൂന്നാമത്തെ എന്ന് പറയുന്നത് ഇമ്പോർട്ട് പർച്ചേസ് ആണ്. ഇമ്പോർട്ട് ട്രേഡ് മീൻസ് ദ പർച്ചേസ് ഓഫ് ഗുഡ്സ് ഫ്രം എ ഫോറിൻ കൺട്രി. എന്തായിരിക്കും ഇമ്പോർട്ട് പർച്ചേസ് എന്ന് പറയുന്നത്? ഇമ്പോർട്ട് പർച്ചേസ് ഇമ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞാ കയറ്റുമതിയാണോ ഇറക്കുമതിയാണോ?
സാധനം കയറ്റുമതി ചെയ്യുന്നതാണോ ഇറക്കുമതി ചെയ്യുന്നതാണോ? യെസ്, ഇറക്കുമതി ചെയ്യുന്നതാണ് അല്ലെ? യെസ്. അപ്പൊ ഇമ്പോർട്ട് പർച്ചേസ് എന്ന് പറയുന്നത് എന്താണ്? എവിടെ നിന്നായിരിക്കും നമ്മളത്? ബൈങ് ഫ്രം ഔട്ട്സൈഡ് കണ്ടത്. വെരി ഗുഡ് അല്ലെ? നമ്മളെ പുറത്തുനിന്ന് പുറം രാജ്യങ്ങളിൽ നിന്ന് മെറ്റീരിയൽസുകൾ പർച്ചേസ് ചെയ്യുന്നതാണ്. യെസ്, അതർ കൺട്രീസിൽ നിന്ന് അതർ കമ്പനീസിൽ നിന്ന് എന്താണ് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നതാണ് ഇമ്പോർട്ട് പർച്ചേസ് എന്ന് പറയുന്നത്. ഓക്കെ, ട്രേഡ് നടത്തുന്നത് എവിടെ നിന്നാണ്? ഫോറിൻ കൺട്രീസിൽ നിന്നാണ് നമ്മളത് പർച്ചേസ് ചെയ്യുന്നത്. അപ്പൊ 3 types ഓഫ് പർച്ചേസ് ആണ്. ലോക്കൽ പർച്ചേസ് ഫ്രം സപ്ലയർ ആൻഡ് ഇമ്പോർട്ട് പർച്ചേസ്. ഓക്കെ, അത് മൂന്ന് മനസ്സിലായോ? ഈ സപ്ലയറിൽ നിന്ന് നമ്മൾ വാങ്ങിച്ചതിന് ശേഷം ആ ഇൻവോയ്സ് ബില്ല് നമ്മുടെ കറക്റ്റ് ആയിട്ട് ഹോസ്പിറ്റൽ അക്കൗണ്ട്സിലേക്ക് നമ്മൾ അത് പോസ്റ്റ് ചെയ്തിരിക്കണം കേട്ടോ. യെസ്. Then in purchasing the starting point is the recognition of need of a material for a material on a product or vendor source selection has 4 stages. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ അതുമായി ബന്ധപ്പെട്ടിട്ട് 4 സ്റ്റേജസിലൂടെ കടന്നു പോകുന്നുണ്ട്. ഒരു മിനിറ്റ് കേട്ടോ, വരാം. തുറക്കാം. നമുക്കറിയാം ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാനായിട്ട് പല പല മെറ്റീരിയൽസ് നമുക്ക് ആവശ്യമായിട്ട് വന്നേക്കാം. അതോടൊപ്പം തന്നെ എന്താണ് ഓരോ പ്രൊഡക്റ്റിനും പല പല മെറ്റീരിയൽസ് ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു മെറ്റീരിയൽ ആയിട്ട് തന്നെ തരംതിരിച്ച് അതിനെ കാറ്റഗറൈസ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത് ഒരു വെണ്ടറെ സെലക്ട് ചെയ്യും. അതായത് ഒരു കച്ചവടക്കാരൻ, ഹോസ്പിറ്റലിന് അനുയോജ്യമായിട്ടുള്ള ഒരു കച്ചവടക്കാരൻ ഒരു വെണ്ടറെ നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് പ്രധാനമായിട്ടും ഒരു 4 സ്റ്റേജസ് അദ്ദേഹത്തെ സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 4 സ്റ്റേജസിലൂടെ നമ്മൾ കടന്നു പോകുന്നതുണ്ട്. ഓക്കെ, അതായത് ഹോസ്പിറ്റലിലേക്കുള്ള മെറ്റീരിയൽസ് ചൂസ് ചെയ്യാനായിട്ടുള്ള വെണ്ടറെ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു 4 സ്റ്റേജസ് കടന്നു പോകേണ്ടത്. സെലക്ഷനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ സോഴ്സ് സെലക്ട് ചെയ്യാനായിട്ട് 4 ഡിഫറെന്റ് സ്റ്റേജസ് കടന്നു പോകേണ്ടതുണ്ട്. ഏതൊക്കെയാണോന്ന്? സർവേ സ്റ്റേജ്, എൻക്വയറി സ്റ്റേജ്, നെഗോഷിയേഷൻ സ്റ്റേജ്, എക്സ്പീരിയൻസ് സ്റ്റേജ്. നമുക്ക് ആദ്യം നോക്കാം സർവേ സ്റ്റേജ്. സർവേ സ്റ്റേജ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നമ്മളൊരു കച്ചവടക്കാരനെ തിരഞ്ഞെടുക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ഒരു മെറ്റീരിയൽ എടുക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ ആദ്യം എന്തായിരിക്കും ചെയ്യുന്നത്? നമ്മൾ ആളുകളോട് അന്വേഷിക്കില്ലേ? മറ്റുള്ള വ്യക്തികളോട് നമ്മൾ അന്വേഷിക്കില്ല മെറ്റീരിയൽസ് എങ്ങനെയാണ്, ഏതൊക്കെ നല്ല കമ്പനിയാണോ, നല്ല രീതിയിലാണോ, അവരുടെ പർച്ചേസിംഗ് ഒക്കെ നടക്കുന്ന മെറ്റീരിയൽസ് നല്ലതാണോ, ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് ആണോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സർവേ ചെയ്യും. ആ കമ്പനിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വെണ്ടറുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരു സർവേ നടത്തും. സർവേ നടത്തി ഓക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കോൺഫിഡന്റ് ആവും നമുക്കത് പർച്ചേസ് ചെയ്യാനായിട്ട്. ഇതാണ് ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്, സർവേ സ്റ്റേജ്. മനസ്സിലായോ? ദെൻ സർവേ സ്റ്റേജസ് നടത്തിയതിനു ശേഷം നമ്മൾ 1, 2, 3 പേരെങ്കിലും ഏതെങ്കിലും 3 വെണ്ടർമാരെ നമ്മൾ അവിടെ സെലക്ട് ചെയ്യുകയും ചെയ്യും. അന്വേഷിച്ചതിന് ശേഷം ഏറ്റവും നല്ല രീതിയിലുള്ള മെറ്റീരിയൽസ് കൊടുക്കുന്നതിൽ ഏതെങ്കിലും ഒരു 3 പേരെ നമ്മളവിടെ ആ സർവേ സ്റ്റേജ് മുഖാന്തരം നമ്മൾ സെലക്ട് ചെയ്യും. അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എൻക്വയറി സ്റ്റേജ് ആണ്. എൻക്വയറി എന്താണ്? എൻക്വയറി നടത്താം, അന്വേഷണം നടത്തും അല്ലെ? യെസ്. എന്തൊക്കെ കുറിച്ചിട്ടായിരിക്കും നമ്മൾ അന്വേഷണം നടത്തുന്നത്? നമ്മൾ ഉദ്ദേശിച്ച പ്രൊഡക്ട്സുകൾ അവിടെ ഉണ്ടോ അല്ലെ? ഏതൊക്കെ എവിടെ നിന്നൊക്കെയാണ് അത് പർച്ചേസ് ചെയ്യുന്നത്, എത്രയും ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് തന്നെയാണ് അവിടെ ഉള്ളത് എന്നതുമായി ബന്ധപ്പെട്ട ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് നമ്മളൊന്ന് കൃത്യമായിട്ടൊന്ന് അന്വേഷിക്കും അല്ലെ? അന്വേഷിച്ചതിന് ശേഷമായിരിക്കുള്ളൂ അത് കൃത്യമായിട്ട് അത് വാങ്ങാനായിട്ട് തീരുമാനിക്കുന്നത്. ഓക്കെ, അതാണ് സെക്കൻഡ് സ്റ്റേജ്, എൻക്വയറി നടന്നത്. ഓക്കെ, എൻക്വയറി നടത്തിയതിനു ശേഷം അടുത്തത് നെഗോഷിയേഷൻ സ്റ്റേജ് ഇൻ ടേംസ് ഓഫ് ക്വാണ്ടിറ്റി, ക്വാളിറ്റി, ലീഡ് ടൈം എക്സെട്ര. നെഗോഷിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കേട്ടിട്ടുണ്ടോ ഈ ഒരു വാക്ക്? കേട്ടിട്ടുണ്ടോ? ചർച്ച, ഡിസ്കഷൻ എന്ന് കേട്ടിട്ടുണ്ടോ? യെസ്. ബാർഗൈനിങ് പറയാം. ഓക്കെ, ചർച്ച എന്ന് പറയാം അല്ലെ? ചർച്ച, ഡിസ്കഷൻ സ്റ്റേജ് ആണ് നെഗോഷിയേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. നമ്മൾ ഏത് വെണ്ടറെയാണോ ചൂസ് ചെയ്തിരിക്കുന്നത് അവരുമായിട്ട് നമ്മളവിടെ ചർച്ച നടത്തുന്നു അല്ലെ? എന്തിനെ കുറിച്ചിട്ടായിരിക്കും നമ്മളവിടെ ചർച്ച നടത്തുന്നത്? ഇൻ ടേംസ് ഓഫ് ക്വാണ്ടിറ്റി. നമ്മൾ ഉദ്ദേശിക്കുന്ന ക്വാണ്ടിറ്റിയിൽ അവർ ആ മെറ്റീരിയൽസ് തരാൻ തയ്യാറാണോ?
എത്ര ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് ആയിരിക്കും തരുന്നത്, എത്രത്തോളം ലീഡ് ടൈം സാധനങ്ങൾ കിട്ടാനായിരിക്കും. എന്താണ് അപ്പൊ ലീഡ് ടൈം എന്ന് പറയുന്നത്? ഒന്ന് നോട്ട് ചെയ്യാട്ടോ. ലീഡ് ടൈം ബിറ്റ്വീൻ ഓർഡറിംഗ് ദ മെൻ ആൻഡ് ഓർഡറിംഗ് ദ മെറ്റീരിയൽ ആൻഡ് ഗെറ്റിംഗ് ഇൻ ടു ദ ഡിപ്പാർട്ട്മെന്റ്. ലീഡ് ടൈം എന്ന് പറയുന്നത് എന്താണ്? നമ്മളൊരു സാധനം ഓർഡർ ചെയ്തതിനു ശേഷം നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഒരു ടൈം ഗ്യാപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലീഡ് ടൈം എന്ന് പറയുന്നത്. മനസ്സിലായോ? ലീഡ് ടൈം എന്ന് പറയുന്നത് എന്താണ്? ഒരു മെറ്റീരിയൽ നമ്മൾ ഓർഡർ ചെയ്തതിനു ശേഷം അത് കിട്ടുന്നത് വരെയുള്ള ഒരു ടൈം ഗ്യാപ്പ്. അപ്പൊ നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ ചോദിക്കൂലേ എത്ര ദിവസം കഴിയുമ്പോഴായിരിക്കും നമ്മുടെ കൈ കിട്ടുന്നത് നമ്മൾ അന്വേഷിക്കാറില്ലേ? ആ പീരീഡിനെയാണ് നമ്മൾ ലീഡ് ടൈം എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഈ ചർച്ചാ സ്റ്റേജ്, ഈ ഡിസ്കഷൻ സ്റ്റേജിലാണ് വെണ്ടറുമായിട്ട് ഇതെല്ലാം ഡിസ്കസ് ചെയ്യുന്നത്. നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ക്വാളിറ്റിനെ കുറിച്ച് എത്ര സമയത്തായിരിക്കും ഞങ്ങൾക്ക് അത് എത്തിച്ചേരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സ്റ്റേജിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായോ? തേർഡ് സ്റ്റേജ്. ഓക്കെ, എക്സ്പീരിയൻസ് സ്റ്റേജ്. ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ എക്സ്പീരിയൻസ് സ്റ്റേജ്. നമുക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ ഇവരുമായിട്ട് എന്താണ് ഓൾറെഡി ഡിസ്കഷൻ സ്റ്റേജ് കഴിയുമ്പോൾ തന്നെ നമുക്കൊരു ഉറപ്പ് വരും അല്ലെ? നല്ല വെൻഡേഴ്സ് ആണ്, അല്ലെ ട്രസ്റ്റ് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന കമ്പനികളാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലെ? അതായത് നമുക്ക് ഈ മുകളിലുള്ള 3 സ്റ്റേജിൽ നിന്നുള്ള അനുഭവമാണ് ലാസ്റ്റ് എക്സ്പീരിയൻസ് സ്റ്റേജ് എന്ന് പറയുന്നത് അല്ലെ? പ്രത്യേകിച്ച് 3ാമത്തെ സ്റ്റേജിലായിരിക്കും നമുക്ക് കൂടുതൽ അവരായിട്ട് ഡയറക്റ്റ് ആയിട്ട് ഇടപെടുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏറ്റവും നല്ല പ്രൊഡക്റ്റുകൾ കൊടുക്കുന്ന വെൻഡേഴ്സ് തന്നെയാണ് ഇവരെന്ന് നമുക്ക് അനലൈസ് ചെയ്യാനായിട്ടും സാധിക്കും. ഓക്കെ, ആ ഒരു എക്സ്പീരിയൻസ് സ്റ്റേജ് കൂടി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഒരു വെൻഡറിനെ പൂർണ്ണമായിട്ടും ഹോസ്പിറ്റലിന് വേണ്ടിയിട്ട് ചൂസ് ചെയ്യുന്നത് കേട്ടോ. ക്ലിയർ ആണോ? ഒന്നുകൂടി പറയാം. നമ്മളൊരു വെൻഡറിനെ സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 4 സ്റ്റേജസിലൂടെ കടന്നു പോകുന്നു. സർവേ സ്റ്റേജ്, എൻക്വയറി സ്റ്റേജ്, നെഗോഷിയേഷൻ സ്റ്റേജ്, എക്സ്പീരിയൻസ് സ്റ്റേജ്. സർവേ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ വെൻഡേഴ്സിനെ കുറിച്ചുള്ള ഒരു ഒബ്സർവേഷൻ ആണ്, ഒരു വാലുവേഷൻ ആണ് അവിടെ നടത്തുന്നത് അല്ലെ? അവരുമായിട്ടുള്ള എല്ലാ ഡാറ്റാസ് കളക്ട് ചെയ്തതിനു ശേഷം ഏതെങ്കിലും 1, 2, 3 പേരെ സെലക്ട് ചെയ്യുന്നു. ദെൻ ആ സെലക്ട് ചെയ്ത 3 പേരെ കുറിച്ച് നമ്മൾ എൻക്വയറി നടത്തും അല്ലെ? എൻക്വയറി നടത്തി അവരുടെ പ്രൊഡക്റ്റ് നല്ലതാണെന്ന് ചെക്ക് ചെയ്യും. 3ാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു ഡിസ്കഷൻ സ്റ്റേജ് ആണ്, അഥവാ നെഗോഷിയേഷൻ സ്റ്റേജ് ആണ്. അവിടെ ക്വാണ്ടിറ്റി, ക്വാളിറ്റി, ലീഡ് ടൈം എപ്പോഴൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് അനലൈസ് ചെയ്യും. ലീഡ് ടൈം എന്ന് പറയുന്നത് നമ്മൾ ഓർഡർ ചെയ്ത മെറ്റീരിയൽ തിരിച്ചു കിട്ടുന്നത് വരെയുള്ള ഒരു ടൈം ഗ്യാപ്പിനെയാണ് നമ്മൾ ലീഡ് ടൈം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ലാസ്റ്റ് എക്സ്പീരിയൻസ് സ്റ്റേജിലോടുകൂടി നമ്മൾ ആ വെൻഡറിനെ നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, ക്ലിയർ? യെസ്. Purchasing department have duty to spend money judiciously, objectively, honestly and effectively. Purchasing departmentil അവര് മണി അഥവാ പണം കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയൊക്കെ ആയിരിക്കും? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിൽ അവര് മണി സ്പെൻഡ് ചെയ്യുന്നത് ഏതൊക്കെ രീതിയിലാണ്? പണം വിനിയോഗിക്കുന്നത് എങ്ങനെയാണ്? ജുഡീഷ്യലി, വിവേകപൂർവമായി. ജുഡീഷ്യലി എന്ന് പറയുന്നത് ഏറ്റവും വിവേകപൂർവമായിട്ട് വളരെ ശ്രദ്ധ കൊടുത്ത ശേഷമാണ് അല്ലെ? ഏറ്റവും കൂടുതൽ അറ്റൻഷനോട് കൂടിയായിരിക്കുള്ളൂ അവർ പണം ചിലവഴിക്കുന്നത്. ഒബ്ജക്റ്റീവ്ലി, ഒബ്ജക്റ്റീവ്ലി എന്ന് പറഞ്ഞാൽ എന്താ? ഒബ്ജക്റ്റീവ്ലി വസ്തുനിഷ്ഠമായി അല്ലെ? അല്ലെങ്കിൽ വസ്തുനിഷ്ഠമായിട്ടായിരിക്കും നമ്മള്, അതായത് ഒരു ഒബ്ജക്റ്റീവ് ബേസ്ഡ് ആയിട്ടായിരിക്കുള്ളൂ ആ ഡിപ്പാർട്ട്മെന്റ് പണം വിനിയോഗിക്കുന്നത്. അതേപോലെ തന്നെ ഓണസ്റ്റ്ലി ആൻഡ് എഫക്റ്റീവ്ലി. ഓണസ്റ്റ്ലി മീൻ സത്യസന്ധമായും ഫലപ്രദമായും. അപ്പൊ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് അവരുടെ പണം വിനിയോഗിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് വിവേകപൂർവമായും വസ്തുനിഷ്ഠമായും സത്യസന്ധമായും ഫലപ്രദമായിട്ടാണ് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് മെറ്റീരിയൽസിന് വേണ്ടിയിട്ട് മണി സ്പെൻഡ് ചെയ്യുന്നത് കേട്ടോ. മനസ്സിലായോ? ഓക്കെ, നിങ്ങൾ അത്രയും വരെ ഒന്ന് വായിച്ചു നോക്കിയേ. അത്രയും വരെ വായിച്ചു നോക്കാം കേട്ടോ. എടുത്ത് അത്രയും ഒന്ന് വായിക്കേ.
ഓക്കെ. യെസ്. നെക്സ്റ്റ് നോക്കാം. നെഗോഷിയേഷൻ ഈസ് എ ടു-വേ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ബയർ ആൻഡ് സെല്ലർ. നെഗോഷിയേഷൻ എന്ന് പറയുന്നത് ആരൊക്കെ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആണ്? ആരൊക്കെ തമ്മിലാണ്? അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. അല്ലെങ്കിൽ ഉടമ്പടി ചർച്ച അല്ലെങ്കിൽ കൂടിയാലോചന, ഡിസ്കഷൻ എന്ന് പറയുന്നത് ആരൊക്കെ തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ആണ്? ആരൊക്കെ തമ്മിലാണ്? ബയർ ആൻഡ് സെല്ലർ അല്ലെ? ബയർ ആൻഡ് സെല്ലർ. ഓക്കെ. Negotiation is defined as a discussion on business transaction leading to finalization of purchase and sales contract of goods and services. Negotiation depends on human behavior. അപ്പോ ഇവിടെ ഈ നെഗോഷിയേഷനെ പറ്റിയ ഒരു ഡെഫിനേഷൻ പോലെ പറഞ്ഞിട്ടുണ്ട്. എന്താണെന്നാണ് അത് സൂചിപ്പിക്കുന്നത്? Discussion on a business transaction leading to finalization of purchase and സെയിൽസ് കോൺട്രാക്ട് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. അപ്പൊ ഈ ബയറും സെയിലറും എന്ത് കാര്യങ്ങളാണ് അവിടെ ഡിസ്കസ് ചെയ്യുന്നത്? എന്തിനെ കുറിച്ചുള്ള ഡിസ്കഷൻ ആണ്? ഡിസ്കഷൻ ഓൺ ബിസിനസ് ട്രാൻസാക്ഷൻ അല്ലെ? പ്രത്യേകിച്ച് ഏത് മെറ്റീരിയൽ ആണോ നമ്മൾ അവിടെ ചൂസ് ചെയ്തത് അതുമായി ബന്ധപ്പെട്ടുള്ള പർച്ചേസ്, അതിന്റെ സെയിൽസ് കോൺട്രാക്ട്, മറ്റ് ഗുഡ്സ് ആൻഡ് സർവീസസ് എന്നതിനെ കുറിച്ചിട്ടുള്ള വിശദാംശങ്ങളാണ് ബയറും സെല്ലറും നമ്മുടെ ആ ഒരു നെഗോഷിയേഷൻ സ്റ്റേജില് കൺവെർസേഷൻ ചെയ്യുന്നത് അല്ലെങ്കിൽ അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ. ബിസിനസ് ട്രാൻസാക്ഷൻസിനെ കുറിച്ചിട്ടുള്ള ഒരു ഫൈനലൈസേഷൻ മീറ്റിംഗ് ആണ് നെഗോഷിയേഷൻ എന്ന് പറയുന്നത് കേട്ടോ. യെസ്. പ്രധാനമായിട്ട് നമുക്കറിയാം, ഇപ്പോ നമ്മുടെ ന്യൂസിലുള്ള കാര്യം നിങ്ങൾ ചർച്ച കണ്ടിട്ടില്ലേ? ന്യൂസില് ചർച്ചകള്, ഡിസ്കഷൻസ്, ഡിബേറ്റ് ഒക്കെ കണ്ടിട്ടില്ലേ നിങ്ങൾ ന്യൂസില്? ഡിബേറ്റ്. യെസ്. ഈ ഒരു ഡിബേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് പോലെയാണോ അത് അവസാനിക്കുന്നത്? ന്യൂസിലൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഇപ്പൊ ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും റെലവെന്റ് ആയിട്ടുള്ള ഇഷ്യൂസിനെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ ഒരു സ്റ്റാർട്ട് ചെയ്ത പോലെ ആയിരിക്കും അത് അവസാനം വരുന്നത്. ചിലപ്പോ അത് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത പോലെ പോവാറുണ്ട് അല്ലെ? ചില ചർച്ചകൾ ഇപ്പൊ നമ്മുടെ ഇലക്ഷന്റെ ഒക്കെ നടന്ന സമയത്ത് നിങ്ങൾ പലതും കണ്ടിട്ടുണ്ടാവും അല്ലെ? യെസ്. എന്തുകൊണ്ടാണ് അങ്ങനെ പല നമ്മൾ വിചാരിക്കാത്ത പോലെ ഡിസ്കഷൻസ് മാറി പോകുന്നത്? എന്തുകൊണ്ടാണ്? ബിക്കോസ് എന്താണ്? ഹ്യൂമൻ ബിഹേവിയർ കൊണ്ടാണ് അല്ലെ? മനുഷ്യന്റെ ബിഹേവിയർ ഡൈനാമിക് ആണ് അല്ലെ? നമ്മുടെ ഹ്യൂമൻ ബിഹേവിയർ എന്ന് പറയുന്നത് ഡൈനാമിക് ആണ്. അതായത് ചലനാത്മകമായിട്ടുള്ള സ്വഭാവമാണ്. നമുക്ക് എപ്പോ വേണമെങ്കിലും ഇമോഷൻസ് മാറാം. നമ്മൾ സംസാരിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് വ്യതിചലിക്കാറുണ്ട്, അല്ലെങ്കിൽ രൂക്ഷമാവാറുണ്ട്, ദേഷ്യം വരാറുണ്ട്, ദേഷ്യം പ്രകടിപ്പിക്കാറുണ്ട്, ബഹളം ഉണ്ടാക്കാറുണ്ട്. അങ്ങനെയാണ് ഒരു ചർച്ച പോകുന്നത് അല്ലെ? അതുകൊണ്ടാണ് നമ്മുടെ ബിഹേവിയറിൽ വരുന്ന വ്യത്യാസം മൂലമാണ് അങ്ങനെ ഡിസ്കഷൻസിൽ പല പല കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാവാറ്. ഓക്കെ. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? നെഗോഷിയേഷൻ എന്ന് പറയുന്നത് അവർ ചർച്ച നടത്തുമ്പോൾ അത് ഹ്യൂമൻ ബിഹേവിയറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതായത് സംസാരിക്കുന്ന രണ്ടുപേരും നല്ല വ്യക്തികളാണ്, അല്ലെങ്കിൽ വേറെ കുഴപ്പങ്ങളില്ലാത്ത വ്യക്തികളാണെങ്കിൽ എന്താണ്? അഡ്ജസ്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളാണെങ്കിൽ ആ ചർച്ച നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും അല്ലെ? പറ്റൂലേ? അല്ല, എതിരെ ഇരിക്കുന്ന ആള് കുറച്ച് റൂഡായിട്ട് സംസാരിക്കുന്ന ആളാണെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ല, അദ്ദേഹം ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ തീരുമാനിക്കുന്ന തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കാണ്ടായിരിക്കും അല്ലെ? അങ്ങനെ വരുമ്പോൾ അവിടെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും, ആ ചർച്ച വ്യക്തിയായി പോകും. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് നെഗോഷിയേഷൻ ചർച്ച നടത്തുമ്പോൾ അത് പൂർണ്ണമായിട്ടും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന എന്തിനെയാണ്? ഹ്യൂമൻ ബിഹേവിയറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഇരിക്കുന്നത്. ഓക്കെ. നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് പറയുന്നത്? യെസ്. ഇപ്പൊ മുകളിലത്തെ പോയിന്റ് ഇപ്പോഴും ഓർക്കുക. എന്താണ് നെഗോഷിയേഷൻ എന്ന് പറയുന്നത്? ആരൊക്കെ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ആണ്? ബിറ്റ്വീൻ ബയർ ആൻഡ് സെല്ലർ. അതെപ്പോഴും ഓർത്ത് വെക്കണം കേട്ടോ. യെസ്. നെക്സ്റ്റ് വൺ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗുഡ് നെഗോഷിയേറ്റർ ഓർ നെഗോഷിയേറ്റിംഗ് ടീം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്തൊക്കെയാണ് ഒരു നല്ല കൂടിയാലോചനയുടെ ക്യാരക്ടറിസ്റ്റിക്സ്, അല്ലെങ്കിൽ സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയാണ്? അല്ലെങ്കിൽ ഒരു നെഗോഷിയേറ്റർ എന്ന് പറയുന്നത് എങ്ങനെയുള്ള ഒരു വ്യക്തി ആയിരിക്കണം? അല്ലെങ്കിൽ ഈ ചർച്ച നടത്താൻ പോകുന്ന വ്യക്തി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഹോസ്പിറ്റലിന് വേണ്ടി മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാൻ പോകുന്ന വ്യക്തി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നെഗോഷിയേഷൻ ചെയ്യാൻ പോകുന്ന വ്യക്തി എങ്ങനെയുള്ള ക്വാളിഫിക്കേഷൻസും ഏത് ടൈപ്പ് ഓഫ് മൈൻഡ് ഉള്ള ഒരു വ്യക്തി ആയിരിക്കണമെന്ന് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ അതൊക്കെയാണ് ഇവിടെ നോക്കുന്നത്. ഇപ്പൊ ഒരു വ്യക്തി മാത്രമായിരിക്കും, ഒരു ടീമായിട്ടായിരിക്കും അവർ ഡിസ്കഷൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. യെസ്.
must have a good knowledge of particular material. Must have a good knowledge of particular material. ഏത് മെറ്റീരിയൽ ആണോ നമ്മൾ വാങ്ങിക്കാൻ പോകുന്നത് അതിനെ കുറിച്ചിട്ട് ആർക്ക് ധാരണ ഉണ്ടായിരിക്കണം, ആർക്ക് അവയർനെസ് ഉണ്ടായിരിക്കണം? നെഗോഷിയേഷൻ ടീമിന് അല്ലെങ്കിൽ നെഗോഷിയേറ്റർക്ക് എന്താണ്, ചർച്ച ചെയ്ത വ്യക്തിക്ക് അതിനെ കുറിച്ചിട്ടുള്ള ഏത് പർട്ടിക്കുലർ മെറ്റീരിയൽ ആണ് അതിനെ പറ്റിയിട്ടുള്ള നല്ല നോളജ് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ എന്താണ്, നമുക്ക് അതിനെ പറ്റി അവിടെ പോയി സംസാരിക്കാൻ പറ്റുമോ? ഇല്ല അല്ലെ? യെസ്. അപ്പൊ must have a good knowledge about knowledge of particular material. ഫസ്റ്റ് മനസ്സിലായോ? ഫസ്റ്റ് പോയിന്റ്. യെസ്. നെക്സ്റ്റ് വൺ, efficiency in communication. Efficiency in communication. നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ നടത്താൻ പറ്റുന്ന കപ്പാസിറ്റി ഉള്ള ഒരു വ്യക്തി ആയിരിക്കണം. മീൻസ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള ഒരു പേഴ്സൺ ആയിരിക്കണം ചർച്ച നടത്തേണ്ടത്. മനസ്സിലായോ? എഫിഷ്യൻസി ഇൻ കമ്മ്യൂണിക്കേഷൻ. പ്രോപ്പർ ആയിട്ട് ആൾക്ക് മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യാനായിട്ടുള്ള എല്ലാ ടാലന്റും സ്കിൽസും ഉള്ള ഒരു വ്യക്തി ആയിരിക്കണം നെഗോഷിയേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ഒരു ടീം ആണെങ്കിൽ ഇപ്പോൾ ആ ടീമിലുള്ള എല്ലാ മെമ്പേഴ്സും എങ്ങനെ തന്നെ ആയിരിക്കണം, എഫക്റ്റീവ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തികളായിരിക്കും. Okay. Then both offensive and defensive styles. Third point നോക്കൂ, both offensive and defensive style. നമ്മള് അവിടെ ഒരു കോൺവെർസേഷൻ നടത്തുന്ന സമയത്ത് നമ്മള് 2-3 സ്റ്റൈൽസ് പിടിക്കേണ്ടതുണ്ട്. എന്താണ് എന്ന്? എങ്ങനെയായിരിക്കും? എന്നൊരു ഒഫൻസീവ് സ്റ്റൈലും പിടിക്കാം, പിന്നെന്താണ് ഡിഫെൻസീവ് സ്റ്റൈലും പിടിക്കാം. എന്താണ് ഉദ്ദേശിക്കുന്നത്? പ്രതിരോധാത്മകമായി ഡിഫെൻഡ് ചെയ്ത് നിൽക്കാൻ പറ്റും. നമ്മൾ ആർഗ്യുമെന്റ്സ് ഒക്കെ പറയുമ്പോൾ അതിന് ഡിഫെൻഡ് ചെയ്ത് നിൽക്കുന്ന കണ്ടിട്ടില്ലേ? അങ്ങനെയല്ല, ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറഞ്ഞ് സമർപ്പിക്കാറില്ലേ ചില കാര്യങ്ങള്? ഇത് പിള്ളേരെ നിങ്ങൾക്കൊന്നും അറിയില്ലേ? നിങ്ങൾ ഡിബേറ്റ്സ് ഒക്കെ ഒന്നും കാണാത്തവരാണെങ്കിൽ ഇപ്പൊ ഞാൻ പറഞ്ഞു തന്നിട്ട് മനസ്സിലാവും തോന്നുന്നില്ല. ഓക്കെ. ഒരു കാര്യം സംസാരിക്കുമ്പോൾ അവിടെ നിന്ന് ചില പോയിന്റ്സുകൾ കേൾക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ദേഷ്യം വന്നേക്കാം. പക്ഷെ ദേഷ്യമല്ല, മീൻസ് ദേഷ്യം ഉണ്ടാക്കുന്ന രീതിയിൽ നമ്മൾ പ്രകോപിക്കുന്ന തരത്തിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞേക്കും നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും പറയും അല്ലെ? ആക്രമണം ഉണ്ടാക്കുന്ന രീതിയിലൊക്കെ നമ്മൾ ചിലപ്പോൾ സംസാരിക്കും, ആക്രമണമായ വാക്കുകൾ ഉപയോഗിച്ച് നമ്മൾ സംസാരിക്കും. അതേപോലെ തന്നെ നമ്മൾ ഡിഫെൻഡ് ചെയ്ത് നിൽക്കാറില്ല. എന്താണ്? പ്രതിരോധാത്മകമായിട്ട് നമ്മൾ സംസാരിക്കും. ഇതൊക്കെ സംസാരത്തിലാണ് കേട്ടോ, ആക്ഷൻസിലല്ല. നമ്മുടെ ഫിസിക്കൽ ഫീച്ചേഴ്സിലല്ല ഇതൊന്നും കാണിക്കുന്നില്ല. നമ്മുടെ കമ്മ്യൂണിക്കേഷൻസിലാണ് ഈ 2 സ്റ്റൈൽസ് നമ്മൾ ഉൾപ്പെടുന്നത്, ഒഫൻസീവ് ആൻഡ് ഡിഫെൻസീവ് സ്റ്റൈൽസ് ഉൾപ്പെടുന്നത്. ഓക്കെ. അപ്പൊ ചില കമ്പനീസ് ഒക്കെ നമ്മളെ ചിലപ്പോൾ പ്രലോഭിക്കുന്ന രീതി, അല്ലെങ്കിൽ എന്താ പറയാ, പ്രലോഭനമല്ല കേട്ടോ, നമുക്ക് മോശമായ രീതിയിലൊക്കെ സംസാരിച്ച് നമ്മൾ തിരിച്ചു എന്ത് ചെയ്യണം? മോശമായിട്ടുള്ള സംസാരിക്കുമ്പോൾ നമ്മൾ അവിടെ ആ ഒരു ചർച്ച അവസാനിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ സംസാരിപ്പിച്ച് പോകുന്നതായിരിക്കും നല്ലത് അല്ലെ? പിന്നെ അവരായിട്ട് ഒരു പരിപാടിക്ക് നിൽക്കരുത്. ഓക്കെ. യെസ്. അപ്പൊ അത് സാഹചര്യങ്ങൾ അനുസരിച്ചിട്ടായിരിക്കും ഈ സ്റ്റൈലൊക്കെ വരുന്നത്. അവരെങ്ങനെ നമ്മളോട് സംസാരിക്കുന്നു അതനുസരിച്ചിട്ടായിരിക്കണം നമ്മൾ തിരിച്ച് സംസാരിക്കുന്നത്. ഓക്കെ. Then clear and rapid thinker. ഈ നെഗോഷിയേറ്റർ എന്ന് പറയുന്നത് ക്ലിയർ ആൻഡ് റാപ്പിഡ് തിങ്കർ ആയിരിക്കണം. എന്താണ് റാപ്പിഡ് തിങ്കർ എന്ന് പറയുന്നത്? മറ്റുള്ളവരുമായിട്ട് ചർച്ച ചെയ്യുന്ന സമയത്ത് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ചിന്തിക്കാനും ക്ലിയർ കട്ട് ആയിട്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാൻ കഴിയുള്ള ഒരു വ്യക്തിയായിരിക്കണം അല്ലെ? മറ്റുള്ളവരുമായിട്ട് ചർച്ച നടത്തുന്ന സമയത്ത് അവർ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റണം അല്ലെ? പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചിന്തിക്കാൻ കഴിയുള്ള ഒരു വ്യക്തിയായിരിക്കണം ആര്? നെഗോഷിയേറ്റർ. ഓക്കെ. യെസ്. ദെൻ ഗുഡ് ഇന്റർപേഴ്സണൽ സ്കിൽസ്. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയുള്ള സ്കിൽസ് ഉണ്ടായിരിക്കണം? ഗുഡ് ഇന്റർപേഴ്സണൽ സ്കിൽ. എന്തൊക്കെയാണ് ഗുഡ് ഇന്റർപേഴ്സണൽ സ്കിൽസ്? എന്തൊക്കെയാണ്? ഇന്റർപേഴ്സണൽ, അപ്പൊ 2 പേഴ്സണാലിറ്റീസ് ഉണ്ട് അല്ലെ? ഒന്ന് ഇന്റർ ഉണ്ട്, ഇന്റർ ഉണ്ട്. ഇന്റർപേഴ്സണൽ എന്ന് പറയുമ്പോൾ ആരാണ്? എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ വരുന്നത്? ഇന്റർപേഴ്സണൽ സ്കിൽസിൽ എന്തെല്ലാം വരും? ലീഡിങ് കപ്പാസിറ്റി. ഓക്കെ. പിന്നെ നമുക്ക് ഈ ഇന്റർ എന്ന് പറയുമ്പോൾ മറ്റുള്ളവരുമായിട്ടൊക്കെ ഇടപെടാൻ പറ്റണം. ഇടപെടുക എന്ന് പറയില്ല നമ്മൾ അവരുമായിട്ടൊന്ന്. ഇപ്പൊ ഇതെല്ലാവർക്കും പറ്റണമെന്നില്ല, ഇന്റർപേഴ്സണൽ സ്കിൽ എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. ചിലരുമായിട്ട് ഇടപെടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ചിലർ എങ്ങനെയായിരിക്കും? അവർക്ക് ഒരു മറയൊന്നും ഉണ്ടാവില്ല. കറക്റ്റ് ആയിട്ട് ക്ലിയർ കട്ട് ആയിട്ട് കാര്യങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ആ വ്യക്തിയുമായിട്ട് സംസാരിക്കാനായിട്ട്, അതായത് അയാളുമായിട്ട് നേരിട്ട് കറക്റ്റ്. ഇൻട്രോവേർട്ട് അല്ല. ഇൻട്രോവേർട്ട് ആണോ? ഇൻട്രോവേർട്ട് ആയിരുന്നാല് അദ്ദേഹത്തിന് അതേ സംസാരിക്കാൻ പറ്റുമോ? ഇൻട്രോവേർട്ട് ആയിട്ടിരുന്ന ചർച്ച നടത്തുമ്പോ
പല ഭാഗങ്ങളും അദ്ദേഹത്തിന് പറയാൻ പറ്റിയെന്നറിയില്ല. ഇൻട്രോവേർട്ട് ആവരുത്, എക്സ്ട്രോവേർട്ട് ആവരുത്, ആംബിവേർട്ട് ആവണം. രണ്ടിന്റെ ഇടയിൽ നിൽക്കുന്ന കാറ്റഗറിയാണ് ആംബിവേർട്ട് എന്ന് പറയുന്നത്. അറിയോ? ഇൻട്രോവേർട്ടും ആണ് എക്സ്ട്രോവേർട്ടും ആണ്, അതിന്റെ ഇടയിൽ നിൽക്കുന്ന ഒരു കാറ്റഗറിയാണ് ആംബിവേർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ നിന്നാണ് ഇപ്പൊ ടീച്ചേഴ്സും ബിഹേവിയർ ചൂസ് ചെയ്യുമ്പോൾ അങ്ങനെ ആയിരിക്കണം, ടീച്ചർമാർ അങ്ങനെ ആയിരിക്കണം. ഓക്കെ, ഇതിന്റെ രണ്ടിലെ ഇടയിൽ നിൽക്കണം, കാരണം ഇതിന്റെ രണ്ടിലെ ഇടയിൽ ഇരുന്ന കുട്ടികളാണ് നമ്മൾ പഠിപ്പിക്കുന്നത് അല്ലെ. അപ്പൊ അതിന്റെ ഇടയിൽ നിൽക്കാൻ പറ്റുന്ന ഒരു സ്വഭാവ സവിശേഷതയായിരിക്കണം നമുക്ക് ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് മറ്റുള്ളവരുമായിട്ട് നമുക്ക് ഇടപെടുകാനായിട്ടുള്ള ഒരു ടാലന്റ് എന്തായാലും ഉണ്ടായിരിക്കണം. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഒരു കോൺവെർസേഷൻസും ചർച്ചയൊക്കെ നടത്തുന്ന സമയത്ത് അവരുമായിട്ട് നല്ല രീതിയിൽ ഇടപെട്ടതിനു ശേഷം അതിലൊരു തീരുമാനം എടുക്കാനായിട്ടൊക്കെ പറ്റുന്ന കപ്പാസിറ്റി ഉള്ള ഒരു വ്യക്തി ആയിരിക്കണം നെഗോഷിയേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, then knowledge about law of contracts, contracting agreements, accounting and pricing. ഇനി ഈ ഒരു നെഗോഷിയേറ്ററിന് പൂർണ്ണമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ലോ ഓഫ് കോൺട്രാക്ട്, അതായത് കോൺട്രാക്ട് തിയറീസിനെ കുറിച്ചുള്ള അതിന്റെ നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് വ്യക്തമായിട്ട് അദ്ദേഹത്തിന് ധാരണ ഉണ്ടായിരിക്കണം. ഓക്കെ, പ്രത്യേകിച്ച് കോൺട്രാക്ടിന്റെ എഗ്രിമെന്റ്സ് എങ്ങനെയാണ്, അക്കൗണ്ടിങ് ആൻഡ് പ്രൈസിങ് എങ്ങനെയാണ് എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഗുഡ് നോളജ് നെഗോഷിയേറ്റർക്ക് ഉണ്ടായിരിക്കേണ്ടതാണ്. ലോ ഓഫ് കോൺട്രാക്റ്റിൽ കുറെ നിയമങ്ങൾ പറയുന്നുണ്ട്. നമ്മള് ഈ എഗ്രിമെന്റ്സ് അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് കുറെ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾക്ക് അനുസൃതമായിട്ട് ആ നിയമങ്ങളെല്ലാം, ആ നിയമവശങ്ങളെല്ലാം വ്യക്തമായിട്ട് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം നെഗോഷിയേറ്റേഴ്സ്. പിന്നെ ലോജിക്കൽ തിങ്കർ ആയിരിക്കണം. വാട്ട് ഈസ് ലോജിക്കൽ തിങ്കിങ്? ലോജിക്കൽ തിങ്കിങ് എന്താ? യുക്തിപരമായ ചിന്ത അല്ലെ, യുക്തിപരമായി ചിന്തിക്കാൻ പറ്റണം, ലോജിക്കായിട്ട് അല്ലെ, അത്യാവശ്യം ലോജിക്കോട് കൂടി തന്നെ അദ്ദേഹത്തിന് തിങ്ക് ചെയ്യാൻ പറ്റണം. എന്ത് കാര്യങ്ങൾ പറയുമ്പോഴും അതിന്റെ ആ പറയുന്ന കാര്യത്തിൽ നമ്മൾക്ക് അതിന്റെ ലോജിക് എന്താണെന്ന് ചിന്തിച്ചെടുക്കാനും അതനുസരിച്ചിട്ട് അതിനുള്ള മറുപടികൾ കൊടുക്കാനും കഴിവുള്ള ഒരു പേഴ്സൺ ആയിരിക്കണം നെഗോഷിയേറ്റർ. ഓക്കെ, then good listener. What is good listener? Good listener എന്താണ്? ഗുഡ് ലിസണർ എന്താണ്? നിങ്ങളിപ്പോ ഗുഡ് ലിസണർ ആണ്, നിങ്ങൾ നല്ല നല്ല അനുസരണോടെ ക്ലാസ് ഒക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കും. കേൾക്കുന്ന ആള് അല്ലെ. നിങ്ങളൊരു കാര്യം പറയുമ്പോൾ അത് കേട്ടിരിക്കാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി വേണം അല്ലെ. എന്ത് കാര്യം പറയുമ്പോൾ അത് കേൾക്കാനുള്ള ഒരു മനസ്ഥിതി ഉണ്ടായിരിക്കണം. ഓക്കെ, അവർക്ക് എന്താണോ പറയുന്നത് പൂർണ്ണമായിട്ട് അവർ പറയട്ടെ, അതുവരെ നമ്മളത് കേൾക്കാം. എപ്പോഴൊരു ഗുഡ് ലിസണർ ആയിരിക്കുന്നത് മറ്റുള്ളവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അത് കേട്ടിരിക്കാനായിട്ട് ഒരാളുണ്ടാവുന്നത് നല്ലതാണ് അല്ലെ. അതുപോലെ തന്നെ ഇവിടെ അല്ലെ, മീൻസ് കേട്ടിരിക്കാന്നല്ല, മറ്റുള്ള പ്രത്യേകിച്ച് മറ്റു കമ്പനികൾ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ടും പൂർണ്ണമായിട്ടും അത് കേൾക്കുക അല്ലെ, ലിസൺ ചെയ്യുക എന്ന് പറയുന്നതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റിയാണ്. പിന്നെ ഒപ്റ്റിമിസ്റ്റിക് ആയിരിക്കണം. ഒപ്റ്റിമിസ്റ്റിക് മീൻസ് കോൺഫിഡൻസ് അല്ലെങ്കിൽ ശുദ്ധാപ്തി വിശ്വാസം എന്ന് നമ്മൾ അതിന്റെ മലയാളത്തിൽ പറയും. എന്താണ് ശുദ്ധാപ്തി വിശ്വാസം? എന്താണ് ഒപ്റ്റിമിസ്റ്റിക് ആവാന്നൊക്കെ പറയില്ലേ നമ്മള്, എന്ന് പറഞ്ഞാൽ എന്താ? ഒപ്റ്റിമിസ്റ്റിക് അടിപൊളി പറയേ. ശുഭാപ്തി വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് തന്നെ നല്ല വിശ്വാസം ഉണ്ടായിരിക്കണം. നമുക്കൊരു കോൺഫിഡൻസ്, നമ്മളെ വിശ്വസിച്ച് നമ്മൾ സ്വയം വിശ്വസിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാര്യം പറയാനും നടപ്പിലാകാനൊക്കെ നമുക്ക് ഭയങ്കര കോൺഫിഡന്റ് ആയിരിക്കും അല്ലെ. നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് വരും അല്ലെ. മൊറയിൽ എന്നൊക്കെ പറയുന്ന പോലെ, മനോവീര്യം എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ആ ഒരു എന്താ പറയാ വിശ്വാസം നമ്മളുടെ അകത്ത് തന്നെ ഒരു നമുക്ക് അതിന് ട്രസ്റ്റ് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര കോൺഫിഡന്റ് ആയിരിക്കും എന്ത് കാര്യങ്ങൾ ചെയ്യാനും പറയാനായിട്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു പേഴ്സണും കൂടി ആയിരിക്കണം. ഓക്കെ, ഗുഡ് സെൻസ് ഓഫ് ഹ്യൂമർ. ലാസ്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ് എന്താ നോക്കിയേ? ഗുഡ് സെൻസ് ഓഫ് ഹ്യൂമർ. ഗുഡ് സെൻസ് ഓഫ് ഹ്യൂമർ എന്ന് പറഞ്ഞാൽ എന്താ? സെൻസ് ഓഫ് ഹ്യൂമർ. ഓക്കെ, ഞാൻ എക്സാമ്പിൾ പറയാൻ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല. ഇതൊരു ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്, മെറ്റീരിയൽസുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് ടീമായിട്ട് അല്ലെ. ബയറും സെല്ലറും തമ്മിൽ ചർച്ച നടത്തുന്ന സമയത്ത് ഇവർ പല പല കാര്യങ്ങൾ സംസാരിക്കും അല്ലെ. എഗ്രിമെന്റുമായി ബേസ് ചെയ്ത്, പ്രൊഡക്റ്റുമായി ബേസ് ചെയ്തൊക്കെ സംസാരിക്കും. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഈ ഡിഫെൻസീവ് സ്റ്റൈലിലേക്കുള്ള ഒരു സംസാരമൊക്കെ വരികയാണെങ്കിൽ ചിലപ്പോ നമുക്ക് ചിലവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എങ്ങനെയായിരിക്കണം, എന്തെങ്കിലും കാര്യം പറയുമ്പോൾ നമുക്ക് ചിലപ്പോ ഒരു
ചിരിയോ അല്ലെങ്കിൽ ഒരു നോട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഒരു കാര്യം ഇട്ട് കൊടുത്താൽ ചിലപ്പോൾ അത് ഭയങ്കര തമാശയായിരിക്കും അല്ലെ. ചിലപ്പോൾ നമ്മുടെ ഒരു നോട്ടോ മൂളലോ മതിയാവും ചിലപ്പോൾ ആ വലിയൊരു കാര്യം വലിയൊരു പ്രശ്നം ഇല്ലാണ്ടാവാനായിട്ട് അല്ലെ. ഇതിൽ ചർച്ച നടത്തുന്ന സമയത്ത് നമ്മള് ചിലപ്പോൾ എന്തെങ്കിലും വേറെ അതിലല്ലാത്ത അതിൽ ഉൾപ്പെടാത്ത ഏതെങ്കിലും ഒരു കാര്യം എടുത്തിടാണെങ്കിൽ എന്താണ് അങ്ങനെ എടുത്തിടാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. അതായത് നമ്മൾ ആ വിഷയത്തിൽ നിന്ന് ഡൈവേർട്ട് ചെയ്യിപ്പിക്കണം അവരത് മനസ്സിലാവുന്നത്. അപ്പൊ ചിലപ്പോൾ ഭയങ്കര രൂക്ഷമായ പ്രവൃത്തിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരിക്കും. പക്ഷെ അത് വരാതെ എന്ത് ചെയ്യണം, എന്തെങ്കിലും ഒരു തമാശയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ നമ്മൾ ആ പ്രശ്നത്തെ അവിടെ നിന്ന് ഡൈവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കപ്പാസിറ്റി ഉള്ള ഒരു പേഴ്സൺ ആയിരിക്കണം നെഗോഷിയേറ്റർ എന്ന് പറയുന്നത്. ഗുഡ് സെൻസ് ഓഫ് ഹ്യൂമർ അദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം. ഉണ്ടോ? ഓക്കെ, യെസ്. നമ്മൾ പഠിച്ചത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗുഡ് നെഗോഷിയേറ്റർ അല്ലെങ്കിൽ നെഗോഷിയേറ്റിംഗ് ടീമാണ് അല്ലെ. എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടായിരിക്കണം ഒരു കൂടിയാലോചന നടത്തുന്ന ഒരു വ്യക്തിക്ക് ഉണ്ടാവേണ്ടത്? ഒന്ന്, ആ മെറ്റീരിയൽസിനെ കുറിച്ച് ഒരു പർട്ടിക്കുലർ നോളജ് ഉണ്ടായിരിക്കണം. എഫിഷ്യന്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന വ്യക്തി ആയിരിക്കണം. ബോത്ത് ഒഫൻസീവ് ആൻഡ് ഡിഫൻസീവ് സ്റ്റൈലിൽ സംസാരിക്കാൻ പറ്റുന്ന വ്യക്തിയാവണം. ക്ലിയർ ആൻഡ് റാപ്പിഡ് തിങ്കർ ആയിരിക്കണം. ഗുഡ് ഇന്റർപേഴ്സണൽ സ്കിൽസ് അദ്ദേഹത്തിന് ഉണ്ടാവണം. പിന്നെ മെയിൻ ആയിട്ട് കോൺട്രാക്ട് ലോസിനെ കുറിച്ചിട്ടും കോൺട്രാക്ടിങ് എഗ്രിമെന്റ്സും അക്കൗണ്ടിങ് പ്രൈസിങ് മുതലായിട്ടുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചിട്ടും നോളജ് അദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം. ലോജിക്കൽ തിങ്കർ ആവണം, ലിസണർ ആവണം, ഒപ്റ്റിമിസ്റ്റിക് ആയിരിക്കണം. എന്താണ്, ഗുഡ് സെൻസ് ഓഫ് ഹ്യൂമർ ഉള്ള ഒരു പേഴ്സൺ ആയിരിക്കണം ഒരു ഗുഡ് നെഗോഷിയേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? കേട്ടോ? ക്ലാസ് ബോറടിക്കുമ്പോ പറഞ്ഞോളൂ കേട്ടോ. ക്ലിയർ ആണോ നിങ്ങൾക്ക് ക്യാരക്ടറിസ്റ്റിക്സ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ് നിങ്ങൾ പഠിക്കുന്നത് അല്ലെ. കോഴ്സിന്റെ പേര് എന്താണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അല്ലെ. അപ്പൊ അതില് ഏറ്റവും ഒഴിച്ചുകൂടാവാനാവാത്ത ഡിപ്പാർട്ട്മെന്റ് ആണ് മെറ്റീരിയൽസിന്റെ അല്ലെങ്കിൽ മെറ്റീരിയൽസ് മാനേജ്മെന്റ്. അപ്പൊ അതിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിലുള്ള അവയർനെസ് ഉണ്ടായിരിക്കണം. അതിൽ ഏത് A to Z കാര്യങ്ങളും നിങ്ങൾക്ക് എങ്ങനെ ചോദിച്ചാലും നിങ്ങൾക്ക് ചെയ്യാൻ അറിഞ്ഞിരിക്കാം കേട്ടോ. അപ്പോ ഇതൊരു ഒഴിവാക്കപ്പെടുന്ന ചാപ്റ്റർ അല്ല, നമ്മൾ ഉൾപ്പെടുത്തേണ്ട ചാപ്റ്റർ, ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ചാപ്റ്റർ ആണ്. അപ്പൊ അതിന്റെ പ്രാധാന്യത്തോടു കൂടി നിങ്ങൾ പഠിക്കാം കേട്ടോ. യെസ്, ഓക്കെ. നമുക്ക് നെക്സ്റ്റ് നോക്കാം ഒബ്ജക്റ്റീവ്സ് ഓഫ് നെഗോഷിയേഷൻ. ഇനി ഒരു കൂടിയാലോചന നടത്തുന്നതിന് മുൻപായിട്ട് അതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് സെറ്റ് ചെയ്യേണ്ടത് ഒക്കെയാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. ടു സേഫ് ഗാർഡ് ഓർഗനൈസേഷൻ ഇൻട്രസ്റ്റ് ആൻഡ് ഗോൾ. ടു സേഫ് ഗാർഡ് ഓർഗനൈസേഷൻസ് ഇൻട്രസ്റ്റ് ആൻഡ് ഗോൾ. ഇനി നമ്മൾ ഈ ഒരു ഹോസ്പിറ്റലിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ചർച്ച നടത്താൻ പോകുന്നത് അല്ലെ. മെറ്റീരിയൽസ് എടുക്കാൻ വേണ്ടി ഒരു ഹോസ്പിറ്റലിന് വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ ചർച്ച നടത്താൻ പോകുന്നത്. അപ്പൊ അതിനാൽ തന്നെ നമ്മൾ എന്താണ് ആ സ്ഥാപനത്തിന്റെ ആ ഹോസ്പിറ്റലിന്റെ ഗോള് സംരക്ഷിക്കുന്ന, ഹോസ്പിറ്റലിന്റെ താല്പര്യങ്ങളും അല്ലെങ്കിൽ അതിന്റെ ലക്ഷ്യങ്ങളും സംരക്ഷിക്കുന്ന രീതിയിലായിരിക്കണം നമ്മൾ അവിടെ ചർച്ച ചെയ്യേണ്ടത്. അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞാല് ഹോസ്പിറ്റൽ റെപ്യൂട്ടേഷൻ കളയുന്ന രീതിയിലുള്ള യാതൊരു വിധത്തിലുള്ള ചർച്ചകൾ അവിടെ ഉണ്ടാവാൻ പാടില്ല. എങ്ങനെയായിരിക്കണം? അവിടുത്തെ ഗോൾ എന്താണ്, അല്ലെങ്കിൽ വിഷൻ ആൻഡ് വിഷൻ എന്നൊക്കെ പറയില്ലേ നമ്മള്, വിഷനും ഉണ്ടെന്ന് പറയില്ലേ, അതൊക്കെ സംരക്ഷിക്കുന്ന രീതിയിലായിരിക്കണം നമ്മൾ അവിടെ ചർച്ച നടത്തേണ്ടത്. ഓക്കെ, ഒരിക്കലും ഹോസ്പിറ്റലിന് ഒരു ചീത്തപ്പേര് അല്ലെങ്കിൽ ഒരു എന്താ പറയാ റെപ്യൂട്ടേഷൻ കളയുന്ന രീതിയിൽ നമ്മൾ ചർച്ച നടത്താനായിട്ട് പോകരുത്. ഓക്കെ, ചർച്ച നടത്തുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ, എങ്ങനെ ചർച്ച ചെയ്താലും നമ്മളുടെ ഭാഗത്തുനിന്ന് വരുന്ന മോശം നമ്മൾക്ക് എന്തിനെയാണ് അത് ബാധിക്കുന്നത്? ഹോസ്പിറ്റലിനെ തന്നെയായിരിക്കും അത് ബാധിക്കുന്നത്. അപ്പൊ ആ ഒരു രീതിയിൽ നമ്മള് ചർച്ചകൾ നടത്താൻ പാടില്ല. എപ്പോഴെങ്ങനെയായിരിക്കണം? ആ ഹോസ്പിറ്റലിന്റെ ഗോളും ഇൻട്രസ്റ്റും സംരക്ഷിക്കുന്ന രീതിയിലായിരിക്കണം നമ്മളവിടെ ചർച്ച നടത്തേണ്ടത്. ഒന്നാമത്തെ ഒബ്ജക്റ്റീവ് മനസ്സിലായോ? യെസ്. സെക്കൻഡ് വൺ എന്താണ്? ടു സീ ദാറ്റ് ഓർഗനൈസേഷൻ ഇസ് നോട്ട് ഇൻ എ ഡിസ്അഡ്വാൻറ്റേജസ് പൊസിഷൻ. ടു സീ ദാറ്റ് ഓർഗനൈസേഷൻ ഇസ് നോട്ട് ഇൻ എ ഡിസ്അഡ്വാൻറ്റേജസ് പൊസിഷൻ.
ഇനി നമ്മള് ഒരു കോൺവെർസേഷൻ, ഒരു ചർച്ച നടത്തുമ്പോൾ നമ്മൾ എപ്പോഴും പ്രതികൂലമായിട്ടാണോ ചർച്ച നടത്തേണ്ടത്? പ്രതികൂലിച്ചുകൊണ്ടായിരിക്കും എപ്പോഴും ഒരു ചർച്ച നടത്തേണ്ടത്? എപ്പോഴും എങ്ങനെയായിരിക്കണം നമ്മൾ നടത്തേണ്ടത്? എങ്ങനെയുള്ള ഒരു പൊസിഷനിലായിരിക്കണം? അനുകൂലമായിട്ടായിരിക്കണം നമ്മൾ അവിടെ ചർച്ച നടത്തേണ്ടത്. എപ്പോഴും നമ്മൾ ഇങ്ങനെ ഡിഫെൻഡ് ചെയ്തുകൊണ്ടിരുന്നാൽ, അല്ലെങ്കിൽ നമ്മൾ പ്രതികൂലിച്ചുകൊണ്ടിരുന്നാൽ എങ്ങനെയായിരിക്കും ആ ചർച്ച ഏറ്റവും ഒരു നല്ല രീതിയിലുള്ളതാവില്ല അല്ലെ? അപ്പൊ എപ്പോഴും എങ്ങനെയായിരിക്കണം നമ്മളൊരു കോൺവെർസേഷൻ നടത്തേണ്ടത്? ചർച്ച നടത്തുമ്പോൾ പ്രതികൂലമായിട്ടല്ല, അനുകൂലമായിട്ടായിരിക്കണം നമ്മൾ അവിടെ ചർച്ച നടത്തേണ്ടത്. അത് ഒരു പ്രധാന ഒബ്ജക്റ്റീവ് ആണ് കേട്ടോ. സെക്കൻഡ് വൺ ഓക്കെ? സെക്കൻഡ് പോയിന്റ് ഓക്കെ ആണോ? Okay. Then to ensure that the organization gets all benefits which can easily and comparatively come to it in normal circumstances. To ensure that organization gets all benefits which can easily and comparatively come to it in normal circumstances. മൂന്നാമത്തെ ഒബ്ജക്റ്റീവിൽ എന്താ പറയുന്നത്? നമ്മള് ഒരു കോൺവെർസേഷന് പോകുമ്പോ നമുക്ക് ഗുണം ഉണ്ടാവുന്ന രീതിയിലല്ല നമ്മൾ സംസാരിക്കേണ്ടത്, ആണോ? അല്ലെങ്കിൽ അവർക്ക് ഗുണം ഉണ്ടാവുന്ന രീതിയിലാണോ സംസാരിക്കേണ്ടത്? എങ്ങനെയാണ്? സ്ഥാപനത്തിന് ഗുണമുണ്ടാകുന്ന രീതിയിൽ, ബെനഫിറ്റ് ഉണ്ടാവുന്ന രീതിയിലായിരിക്കണം നമ്മൾ അവിടെ ഒരു ചർച്ച നടത്തേണ്ടത് അല്ലെ? നമുക്കൊരു ഗുണം ഉണ്ടാവുന്ന രീതിയിലായാലും ആ സ്ഥാപനത്തിന് ബെനഫിറ്റ് ഉണ്ടാവുന്ന രീതിയിലായിരിക്കണം നമ്മൾ അവിടെ ചർച്ച നടത്തേണ്ടത് അല്ലെ? അല്ലാതെ ഗുണമുണ്ടാക്കാത്ത രീതിയിലുള്ള ഒരു സംസാരം അല്ലെങ്കിൽ മോശമായ രീതിയിൽ യാതൊരു വിധത്തിൽ നമ്മൾ അവിടെ സംസാരിക്കാൻ പാടുള്ളതല്ല. അല്ലെങ്കിൽ നമുക്കൊരു ബെനഫിറ്റ്സ് ഉണ്ടാവാൻ പോണില്ല. ആ ചർച്ച നടത്തിയിട്ട് ആ കൂടിയാലോചനയിലൂടെ നമുക്കൊന്നും ലഭിക്കാൻ പോകുന്നില്ല. ഹോസ്പിറ്റൽ റെപ്യൂട്ടേഷൻ ആയിരിക്കും അവിടെ പകരുന്നത്. അപ്പൊ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. എന്താ വേണ്ടത്? ചർച്ചകൾ നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ കമ്പാരിറ്റീവ്ലി നമ്മൾ എങ്ങനെയായിരിക്കണം ചെയ്യേണ്ടത്? നമുക്ക് ഗുണമുണ്ടാവുന്ന രീതിയിൽ, ബെനഫിറ്റ് ഉണ്ടാവുന്ന രീതിയിലായിരിക്കണം നമ്മൾ ആ ചർച്ച നടത്തേണ്ടത്. അതും നെഗോഷിയേഷന്റെ ഒരു ഒന്നാമത്തെ ഒബ്ജക്റ്റീവ് ആണ് കേട്ടോ. ഫോർത്ത് വൺ എന്താണ് പറയുന്നത്? To see that the distant future of the organization is not bargained for the present. To see that the distant future of the organization is not bargained for the present. ഇതാണ് നാലാമത്തെ ഒബ്ജക്റ്റീവിൽ പറയുന്നത്. നമ്മളൊരു കമ്പനിയുമായിട്ടൊരു സാധനം വാങ്ങിക്കാൻ പോകും. നമ്മളിപ്പോ ആദ്യം പറഞ്ഞില്ല, നമ്മൾ സർവേ സ്റ്റേജിൽ ഏറ്റവും നല്ലൊരു വെണ്ടർ ആയിരിക്കും സെലക്ട് ചെയ്തിരിക്കുന്നത് അല്ലെ? ഏറ്റവും നല്ല പ്രൊഡക്റ്റ് കൊടുക്കുന്ന ഒരു വെണ്ടർ ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മളുടെ ആവശ്യം എന്താണ്? ഹോസ്പിറ്റലിൽ ഏറ്റവും നല്ല മെറ്റീരിയൽസ് കിട്ടണമെന്നാണ് അല്ലെ? ഹോസ്പിറ്റലിൽ ഏറ്റവും ക്വാളിറ്റി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ലഭിക്കണമെന്നാണ് നമ്മളുടെ ആഗ്രഹം. അപ്പൊ അതിനാൽ തന്നെ നമ്മള് എന്ത് ചെയ്തിരിക്കണം? ചർച്ച നടത്തുമ്പോ നമ്മള് ഏറ്റെടുത്തിരിക്കുന്ന കരാർ, ആ കോൺട്രാക്ട് ദീർഘനാള് നീണ്ടു നിൽക്കുന്ന രീതിയിലായിരിക്കണം നമ്മള് എന്ത് ചെയ്യേണ്ടത്? ആ പോയിന്റ് തന്നെയല്ലേ നിങ്ങളുടെ കയ്യിൽ കിടക്കുന്നത്? ഡിസ്റ്റന്റ് ഫ്യൂച്ചർ എന്ന് പറയുന്നത് പോയിന്റിൽ വ്യത്യാസമുണ്ടോ? ടു സീ ദാറ്റ് തന്നെയല്ലേ സ്റ്റാർട്ട് ചെയ്യുന്നത്? ടെക്സ്റ്റിൽ നോക്കി കറക്റ്റ് അല്ലേ? അപ്പൊ നമ്മള് ആ കോൺട്രാക്ട് കുറെ നാള്, നമ്മുടെ ആ കരാറ് കുറെ നാള് നീണ്ടു നിൽക്കുന്ന തരത്തിലായിരിക്കും നമ്മൾ അവരോട് ചർച്ച ചെയ്യേണ്ടത്. അല്ലെങ്കിൽ എന്താണ്, നമുക്ക് അപ്പ വാങ്ങുന്ന പ്രൈസിൽ പിന്നീട് അവരുമായിട്ട് സംസാരിക്കുമ്പോൾ ആ പ്രൈസിൽ ചിലപ്പോൾ ആ മെറ്റീരിയൽ കിട്ടണമെന്നിരിക്കും. മനസ്സിലായോ പറഞ്ഞത്? നമ്മൾ ഇവരായിട്ട് ചർച്ച നടത്തുന്ന സമയത്ത് നമ്മൾ എടുക്കുന്ന കരാറ് ദീർഘകാലം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം നമ്മൾ അവരുമായിട്ട് ചർച്ച നടത്തേണ്ടത്. ഓക്കെ, യെസ്. അതായത് പിന്നീട് നമ്മൾ എന്താണ്, ഇപ്പോഴത്തെ ഒരു 1-2 മാസത്തേക്ക് വേണ്ടി മാത്രമല്ല, ദീർഘനാളത്തേക്ക് ഒരു പീരീഡ് നമ്മളത് വാങ്ങിക്കുകയാണെങ്കിൽ പിന്നീട് നമുക്ക് അല്ലെങ്കിൽ എന്താണ് വാങ്ങിക്കുന്ന സമയത്ത് ചിലപ്പോൾ അതിന് എമൗണ്ട് കൂടുതലായിരിക്കും. അപ്പൊ ഇപ്പൊ വാങ്ങിക്കുന്ന പ്രൈസിൽ ചിലപ്പോൾ ആ ഒരു സമയത്ത് കിട്ടിയെന്ന് വരില്ല അല്ലെ? അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സാധനങ്ങൾ ഇപ്പൊ കരാർ നീട്ടിക്കൊണ്ടുപോകുന്ന രീതിയിൽ നമ്മളത് പർച്ചേസ് ചെയ്യുക. ഇപ്പോ നൽകിയ വിലക്ക് പിന്നീട് അത് ചിലപ്പോൾ ലഭിക്കണമെന്നില്ല. അപ്പൊ മാക്സിമം എത്രത്തോളം കോൺട്രാക്ട് നീട്ടിക്കൊണ്ടുപോകാൻ പറ്റുമോ അത്രത്തോളം കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലായിരിക്കണം അവിടെ കൂടിയാലോചന നടത്തേണ്ടത്, അല്ലെങ്കിൽ ആ ഒരു കരാർ അവിടെ നടത്തേണ്ടത്. ഓക്കെ, then ensure that terms and conditions are settled in apparent terms and nothing is left to interpretations which may result in misunderstanding and bitterness.
ensure that terms and conditions are settled in a apparent terms and nothing is left to interpretations which may result in misunderstanding and bitterness. എന്നാണ് ഫിഫ്ത് ഒബ്ജക്റ്റീവിൽ പറയുന്നത്. നമ്മൾ ഓൾറെഡി ഒരു തീരുമാനം എടുക്കുന്നതിന് മുൻപായിട്ട് അല്ലെ, അതായത് എല്ലാ ടേംസും കണ്ടീഷൻസ് ഒക്കെ പറഞ്ഞതിന് ശേഷമായിരിക്കും ഇരു കൂട്ടരും ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നത് അല്ലെ. യെസ്, അതായത് നമ്മൾ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ കറക്റ്റ് ആയിരിക്കണം അവിടെ. പിന്നീട് എന്ത് വരരുത്, ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് എത്തുന്ന രീതിയിൽ ആകാൻ പാടില്ല. അതായത് ഇരു കൂട്ടർക്കും ചർച്ച നടത്തുമ്പോൾ എന്താണ് പറയുന്ന കാര്യങ്ങൾ ക്ലിയർ കട്ട് ആണ്. അതായത് അവിടെ പറയുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഇരു കൂട്ടർക്കും എങ്ങനെയായിരിക്കണം, അവർക്ക് പാലിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആയിരിക്കണം അവിടെ ചൂസ് ചെയ്യേണ്ടത്. പിന്നീട് എന്താണ്, എന്തെങ്കിലും തെറ്റിദ്ധാരണയോ അല്ലെങ്കിൽ ഒരു ബിറ്റർനെസ് മീൻസ് എന്തെങ്കിലും ഒരു കയ്പ് മീൻസ് അവിടെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വരാൻ പാടില്ല. അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ മറ്റൊന്നും പിന്നീട് ഒരു പ്രാവശ്യം ഉണ്ടാവാനായിട്ട് പാടില്ല. ഓക്കെ, യെസ്, അതും പ്രത്യേകമായിട്ട് നമ്മൾ ചർച്ച നടത്തുമ്പോൾ ടേംസ് ആൻഡ് കണ്ടീഷൻസും വ്യക്തമായി പറഞ്ഞിട്ടായിരിക്കണം വെള്ളം നടത്തേണ്ടത്. ഓക്കെ ഓക്കെ പിള്ളേരെ മനസ്സിലായോ? ബിറ്റർനെസ് മീൻസ് വിദ്വേഷം, കയ്പ്, ദേഷ്യം എന്നൊക്കെ പറയുന്നത് നമ്മുടെ വിദ്വേഷം തോന്നുക, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒന്നും പിന്നീട് ഉണ്ടാവാൻ പാടില്ല എന്നാണ് പറയുന്നത് കേട്ടോ. യെസ്, then formulating strategies or plan of action designed to achieve a long-term aim and tactics are vital parts of negotiation. Formulating strategies. What is means strategies? Strategy എന്താണ്? Strategies. നമ്മൾ എന്തിനാണ് ഇവരായിട്ട് ചർച്ച ചെയ്യുന്നത്? നമുക്ക് ഏറ്റവും നല്ല പ്രൊഡക്റ്റ് അവരിൽ നിന്ന് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ. അപ്പൊ അവരെ കൂടുതൽ കൺവിൻസ് ചെയ്യുന്ന രീതിയിൽ നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യുന്ന രീതിയിലുള്ള പല തന്ത്രങ്ങളും നമുക്ക് അവിടെ മെനയാവുന്നതാണ് അല്ലെ. അതായത് നമുക്ക് നല്ല പ്രൊഡക്ട്സ് ലഭിക്കാൻ വേണ്ടി മീൻസ് തന്ത്രം മീൻസ് മോശമായ വഴിയിലല്ല, നമ്മുടെ പറയുന്ന ടേംസും കണ്ടീഷൻസ് ഒക്കെ നമ്മൾ വ്യക്തമായ രീതിയിലും അവർക്ക് പാലിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് പറയുന്നതെങ്കിൽ എന്താണ് അങ്ങനെ പറയാൻ വേണ്ടിയുള്ള കുറച്ച് സ്ട്രാറ്റജീസ് നമുക്ക്, അതായത് കുറച്ച് തന്ത്രങ്ങൾ, അതായത് അവരുമായിട്ടൊന്ന് ചർച്ച നടത്താൻ പറ്റും. നമ്മൾക്ക് നമുക്ക് അത് ലോങ് ടേം ആയിട്ട് നമ്മളുടെ ആ മെറ്റീരിയൽസ് അവരുടെ കയ്യിൽ നമുക്ക് ലഭിക്കുകയും വേണം അല്ലെ. ദീർഘകാലം അവരുടെ മെറ്റീരിയൽസ് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മളവിടെ ഇങ്ങനെയുള്ള തന്ത്രങ്ങൾ വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട സ്ട്രാറ്റജീസ് ഫോർമുലേറ്റ് ചെയ്യാം. ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജീസ് നമ്മൾ ഫോർമുലേറ്റ് ചെയ്യുക. ഓക്കെ, മനസ്സിലായോ? ഒന്നുകൂടി നോക്കാം. ഒബ്ജക്റ്റീവ്സ് നമ്മള് ഹോസ്പിറ്റലിന്റെ ഗോൾസിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടായിരിക്കണം ഒരു ചർച്ച നടത്തേണ്ടത്. അതോടൊപ്പം തന്നെ എന്താണ്, എപ്പോഴും നമ്മൾ ഒരു ചർച്ച നടത്തുന്ന സമയത്ത് പ്രതികൂലമായിട്ടുള്ള അനുകൂലമായിട്ടായിരിക്കണം അവിടെ സംസാരിക്കേണ്ടത്. പിന്നെന്താണ്, നമ്മൾക്കത് ദീർഘനാള് നീട്ടിക്കൊണ്ടു പോകുന്ന രീതിയിലായിരിക്കും നമ്മൾ അവിടുത്തെ കരാറ് അല്ലെ. അതായത് എന്താ പറയാ, ഹോസ്പിറ്റലിൽ എന്താണ് ഒരു ഗുണമുണ്ടാകുന്ന രീതിയിലായിരിക്കണം നമ്മൾ സംസാരിക്കുന്നത്. അല്ലാതെ ബെനിഫിറ്റ് ഇല്ലാത്ത രീതിയിൽ അവിടെ ഒരു സംസാരം അല്ലെങ്കിൽ ഒരു ചർച്ച ഉണ്ടാവാൻ പാടില്ല. പ്രത്യേകമായിട്ട് പിന്നെ എന്താണ്, നമ്മളത് ആ ഒരു കരാറ് മാക്സിമം നീട്ടിക്കൊണ്ടു പോകുന്ന രീതിയിലായിരിക്കണം ആ ഒരു ചർച്ച നടത്തേണ്ടത്. അതോടൊപ്പം തന്നെ എന്താണ്, എല്ലാ ടേംസും കണ്ടീഷൻസും പറയുന്ന സമയത്ത് അത് കൃത്യമായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് പോകാം. പിന്നീട് ഒരിക്കലും എന്താണ് മിസ്അണ്ടർസ്റ്റാൻഡിങ് വരാത്ത രീതിയിലായിരിക്കണം നമ്മളത് എല്ലാം പാലിക്കേണ്ടത്. നമ്മുടെ ഈ ഒരു ഗോൾ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് പല സ്ട്രാറ്റജീസ് ഇവിടെ ഫോർമുലേറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ക്ലിയർ ആണോ? യെസ്. Negotiation committee includes of purchase manager, finance manager, particular person from the user department and most probably administration also. നമ്മൾ ഈ ഒരു നെഗോഷിയേഷൻ ടീമിലുള്ള മെമ്പേഴ്സ് ആരൊക്കെയാണെന്നാണ് പഠിക്കുന്നത് കേട്ടോ. ആരൊക്കെയുണ്ട്? ഒന്ന് പർച്ചേസ് മാനേജർ ഉണ്ടാവും, ഫിനാൻസ് മാനേജർ ഉണ്ടാവും, പെർട്ടിക്കുലർ പേഴ്സൺസ്, അതായത് ഏത് യൂസർ ഡിപ്പാർട്ട്മെന്റ് ആണോ ആ യൂസർ ഡിപ്പാർട്ട്മെന്റിൽ ഒരു പേഴ്സൺ ഉണ്ടായിരിക്കും. പിന്നെ അഡ്മിനിസ്ട്രേഷൻ, ഇമ്പോർട്ടന്റ് ആയിട്ട് ആരുണ്ടായിരിക്കും? അഡ്മിനിസ്ട്രേഷൻ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പൊ കമ്മിറ്റി മെമ്പേഴ്സ് ആരൊക്കെയാണെന്നത് പിക്ക് ചെയ്തിട്ടേ കേട്ടോ, ചോദിക്കാറുണ്ടോ പരീക്ഷയ്ക്ക്?
ഇനി നെക്സ്റ്റ് പ്രോസസ് ഓഫ് നെഗോഷിയേഷൻ ആണ്. അത് നമുക്കിപ്പോ ഒരു കുറച്ച് ബ്രേക്ക് എടുത്തിട്ട് ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. കുറച്ച് വെള്ളം കുടിച്ചിട്ട്.
സ്റ്റാർട്ട് ചെയ്യാം. അരമണിക്കൂറിലൂടെ അല്ലേ? എല്ലാവരും വന്നോ? നെക്സ്റ്റ് പ്രോസസ് ഓഫ് നെഗോഷിയേഷൻ ആണ് പഠിക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ നെഗോഷിയേഷന്റെ 3 ഫേസസ്, 3 ഘട്ടങ്ങളുണ്ട്. ഒരു ചർച്ച നടത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ 3 ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. അതിൽ ഏതൊക്കെയാണെന്ന് നോക്കാം. പ്രീ നെഗോഷിയേഷൻ ഫേസ്, മീറ്റിംഗ് ഫേസ്. മീറ്റിംഗ് ഫേസസിന് പിന്നെ നമ്മൾ 3ആയിട്ട് പിന്നെയും ഡിവൈഡ് ചെയ്യുന്നുണ്ട്. പോസ്റ്റ് നെഗോഷിയേഷൻ ഫേസ്. ഓക്കെ, അങ്ങനെ 3 ഫേസ് ഉണ്ട് ഒരു ചർച്ച നടത്തുന്നതിന്. അപ്പൊ ആദ്യത്തെ ഫേസ് നമുക്ക് നോക്കാം. പ്രീ നെഗോഷിയേഷൻ ഫേസ് എന്താണ്? അതായത് ഒരു ചർച്ച നടത്തുന്നതിന് തൊട്ട് മുൻപുള്ള, അതായത് ചർച്ചയ്ക്ക് മുൻപുള്ള കാര്യങ്ങൾ നമ്മൾ പ്രിപ്പയർ ആകുന്ന ഘട്ടമാണെന്ന് പ്രീ നെഗോഷിയേഷൻ ഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു കൂടിയാലോചന നടത്തുന്നതിന് മുൻപായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് പ്രീ നെഗോഷിയേഷൻ ഫേസിൽ വരുന്നത്. അതിന് പ്രധാനമായിട്ട് 5 സ്റ്റെപ്സുകളുണ്ട്. എന്തൊക്കെയാണ്? കറക്റ്റ് ഇൻഫോർമേഷൻ അബൌട്ട് ദ മെറ്റീരിയൽ. മെറ്റീരിയൽസിനെ കുറിച്ചുള്ള കറക്റ്റ് ഇൻഫോർമേഷൻസ് നമ്മൾ അറിഞ്ഞിരിക്കണം. അനാലിസിസ് കൺസിസ്റ്റിംഗ് ഓഫ് ഇൻഫർമേഷൻ വിത്ത് അതർ ടെൻഡേഴ്സ്. ടെൻഡേഴ്സ് എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാലോ? ടെൻഡറുകള്. നമ്മൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിട്ടൊക്കെ ടെൻഡേഴ്സുകൾ വാങ്ങിക്കാമല്ലോ. ടെൻഡറുകള് കേട്ടിട്ടില്ലേ? ടെൻഡർ വിൽപ്പനയുമായി ബന്ധപ്പെട്ട്. യെസ്. അപ്പൊ ഏത് ടെൻഡർ ആണെന്നുള്ളത് നമ്മൾ അവിടെ അനലൈസ് ചെയ്യും. പിന്നെ ഒബ്ജക്റ്റീവ് ഡിഫൈൻ ഹൗ മച്ച് മാക്സിമം വി ക്യാൻ ഗോ. നമ്മൾ ഓൾറെഡി നമുക്ക് നെഗോഷിയേഷൻ ഒരു ഒബ്ജക്റ്റീവ് ഉണ്ട്. ആ ഒബ്ജക്റ്റീവ് വെച്ച് നമുക്ക് എത്രത്തോളം അവിടെ ചർച്ച ചെയ്യാൻ പറ്റും, എത്രത്തോളം അത് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത് നമ്മളവിടെ ഒന്ന് ഡിസ്കസ് ചെയ്തതിനു ശേഷമാണ്, ആ ഈ ഒരു ഘട്ടത്തിൽ നമ്മളെല്ലാം ചർച്ച ചെയ്തതിനു ശേഷമാണ് ഏറ്റവും ബെസ്റ്റ് അടുത്ത സ്റ്റേജിലേക്ക് നമ്മൾ കിടക്കുന്നത്. പിന്നെ ഡെവലപ്പിംഗ് സ്ട്രാറ്റജീസ്. എന്തൊക്കെ സ്ട്രാറ്റജീസ്? ചില ഘട്ടങ്ങൾ വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ അവിടെ പല സ്ട്രാറ്റജീസ് ഫോർമുലേറ്റ് ചെയ്യും. അവിടെ എന്തൊക്കെ സ്ട്രാറ്റജീസ് ഫോർമുലേറ്റ് ചെയ്യണമെന്ന് നമ്മൾ ഓൾറെഡി പ്രിപ്പയർഡ് ആവും. ദെൻ പ്രിലിമിനറി ടാക്ടിക്സ്. പ്രിലിമിനറി ടാക്ടിക്സ് എന്ന് പറയുന്നത് എന്താ? പ്രാഥമികമായിട്ട് നമ്മൾ ചിലപ്പോൾ കുറെ തന്ത്രങ്ങൾ, സ്ട്രാറ്റജി തന്നെയാണ് പ്രാഥമികമായിട്ട്. പ്രൈമറി ആയിട്ട് നമ്മൾ കുറച്ച് ചിലപ്പോൾ സ്ട്രാറ്റജി കൂടി അവിടെ നമ്മൾ ചിലപ്പോൾ പ്രിപ്പയർഡ് ചെയ്യേണ്ടി വരാം. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താണ്? പ്രീ നെഗോഷിയേഷൻ ഫേസ് എന്ന് പറയുന്നത് ഒരു ചർച്ചയ്ക്ക് തൊട്ട് മുൻപുള്ള ഘട്ടമാണ്. ആ ഘട്ടം എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു പ്രിപ്പറേഷൻ സ്റ്റേജ് ആണ്. നമ്മൾ ആ മെറ്റീരിയൽസിനെ കുറിച്ചിട്ടുള്ള വ്യക്തമായ ധാരണകൾ, അല്ലെങ്കിൽ ഏത് ടെൻഡറാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്, എത്രത്തോളം ചർച്ച നൽകുക, എങ്ങനെ കൊണ്ടുപോകണം, ഒബ്ജക്റ്റീവ്സ് ഒക്കെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യേണ്ടത്, ഏതൊക്കെ സ്ട്രാറ്റജീസ് നമ്മൾ അവിടെ ഡെവലപ്പ് ചെയ്യണം, പ്രാഥമികമായിട്ട് നമ്മൾ ഉൾപ്പെടുത്തേണ്ട സ്ട്രാറ്റജികൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് ഈ പ്രീ നെഗോഷിയേഷൻ സ്റ്റേജിൽ വരുന്ന 5 സ്റ്റെപ്പുകൾ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? യെസ്. ഫസ്റ്റ് ഫേസ് പഠിച്ചു, പ്രീ നെഗോഷിയേഷൻ ഫേസ്. സെക്കൻഡ് ഫേസ് എന്താണ്? മീറ്റിംഗ് ഫേസ്. മീറ്റിംഗ് ഫേസ് എന്ന് പറയുമ്പോൾ എന്താണ്? ആ മീറ്റിംഗ് നടക്കുന്ന സമയമാണ് അല്ലെ? വിൽ നോട്ട് ബി കംപ്ലീറ്റ് ഇൻ വൺ മീറ്റിംഗ്. ഇനി നമുക്ക് ഒരു മീറ്റിംഗ് ഒരു മീറ്റിംഗ് കൂടി കഴിഞ്ഞാൽ എല്ലാത്തിനും തീരുമാനമാണെന്ന് തോന്നുന്നുണ്ടാവും. ഒരു മീറ്റിംഗ് കൊണ്ട് കൂടി എല്ലാത്തിനും തീരുമാനമാവുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല അല്ലെ? യെസ്. അപ്പോ ഈ മീറ്റിംഗ് ഫേസിനെ തന്നെ നമ്മള് 3ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു മീറ്റിംഗിൽ അത് കംപ്ലീറ്റ് ആവാത്തതുകൊണ്ട് 3 മീറ്റിംഗ്സ് പറയുന്നുണ്ട്. അപ്പൊ എക്സ്പ്ലോറേറ്ററി മീറ്റിംഗ്, ഡിസ്കഷൻ മീറ്റിംഗ്, എഗ്രിമെന്റ് മീറ്റിംഗ്. ആദ്യത്തെ മീറ്റിംഗ് എന്താ നോക്കാം. എക്സ്പ്ലോറേറ്ററി മീറ്റിംഗ്. 2 പാർട്ടീസ് ഇൻട്രൊഡ്യൂസ് ദംസെൽഫ് ആൻഡ് ഇൻഫർമേഷൻ അനലൈസ്ഡ്. എക്സ്പ്ലോറേറ്ററി മീറ്റിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇവരെ സ്വയം പരിചയപ്പെടുത്തുന്നതാണ് അല്ലെ? ഇപ്പൊ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ അവര് ബയറും സെല്ലറും തമ്മിൽ എന്താണ്? പരിചയമാണ്, അല്ലെങ്കിൽ അവരെ സ്വയം പരിചയപ്പെടുത്തുന്ന ഒരു ഘട്ടമാണ്. അതായത് മാത്രമല്ല എല്ലാ ഇൻഫർമേഷൻസ് ഒക്കെ ഒന്ന് വിശകലനം ചെയ്യുന്ന ഒരു സ്റ്റേജും കൂടിയാണ് എന്ത്? മീറ്റിംഗ് ആണ് എക്സ്പ്ലോറേറ്ററി മീറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അവരുടെ സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതോടൊപ്പം തന്നെ എന്താണ്? ഇൻഫർമേഷൻസ് അനലൈസ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, ദെൻ സെക്കൻഡ് മീറ്റിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? ഡിസ്കഷൻ മീറ്റിംഗ് ആണ്. ഇഷ്യൂ ഡിസ്കസ്ഡ് അല്ലെ? എന്താണ് നമ്മളവിടെ ചർച്ച ചെയ്യാൻ പോയിരിക്കുന്നത്, ആ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യുന്ന സ്റ്റേജ് ആണ്, അല്ലെങ്കിൽ മീറ്റിംഗ് ആണ് ഡിസ്കഷൻ മീറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഡിസ്കഷൻ മീറ്റിംഗ്. അവിടെ ഇഷ്യൂ എന്താണോ അത് നമ്മളവിടെ ഡിസ്കസ് ചെയ്യുന്നു. നെക്സ്റ്റ് വൺ എഗ്രിമെന്റ് മീറ്റിംഗ്. ഡിസ്കസ് ചെയ്യുന്നതിന് ശേഷം അടുത്ത എന്താണ്?
agreement meeting. Agreement reached that the contract is signed by the both parties. നമ്മൾ ഡിസ്കഷൻ ഒക്കെ ചെയ്തതിനു ശേഷം എഗ്രിമെന്റ് എല്ലാം ഓക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആ കോൺട്രാക്റ്റിൽ അവിടെ ഇരു പാർട്ടികളും അവിടെ സൈൻ ചെയ്തതോടുകൂടി ആ ഒരു മീറ്റിംഗ് അവിടെ കംപ്ലീറ്റഡ് ആവുന്നു. ഓക്കെ, ഇപ്പൊ സെക്കൻഡ് സ്റ്റേജിലാണ് മീറ്റിംഗ് ഫേസ് വരുന്നത്. മീറ്റിംഗ് ഫേസസിനെ നമ്മൾ 3 ഡിവൈഡ് ചെയ്യുന്നു. എക്സ്പ്ലോറേറ്ററി മീറ്റിംഗ് എന്ന്, ഡിസ്കഷൻ മീറ്റിംഗ് എന്ന്, എഗ്രിമെന്റ് മീറ്റിംഗ് എന്ന്. എക്സ്പ്ലോറേറ്ററി മീറ്റിംഗ് എന്ന് പറയുന്നത് അവരുടെ ഇൻട്രൊഡക്ഷൻ ആണ് അല്ലെ, അവരെ പരസ്പരം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, ഇൻഫർമേഷൻസ് അനലൈസ് ചെയ്യുന്നു. ഡിസ്കഷൻ മീറ്റിംഗ് എന്ന് പറയുമ്പോൾ ആ ഇഷ്യൂ അവിടെ ഡിസ്കസ് ചെയ്യപ്പെടുകയാണ്. ദെൻ എഗ്രിമെന്റ് മീറ്റിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ കോൺട്രാക്ട് അവിടെ ഇരു പാർട്ടികളും സൈൻ ചെയ്യുന്നതാണ്. ഓക്കെ, 3 മനസ്സിലായോ മീറ്റിംഗ് ഫേസ്? യെസ്. Then C. Next എന്താണ്? പോസ്റ്റ് നെഗോഷിയേഷൻ ഫേസ് ഓർ എക്സിക്യൂട്ടീവ് ഫേസ്. മൂന്നാമത്തെ ഫേസ് എന്ന് പറയുന്നത് എന്താണ്? പോസ്റ്റ് നെഗോഷിയേഷൻ ഫേസ് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ഫേസ് എന്ന് പറയുന്നത്. എന്താണത്? എഗ്രിമെന്റ് ഈസ് ക്യാരിഡ് ഔട്ട് അല്ലെ, എഗ്രിമെന്റ് നടപ്പിലാക്കുന്ന ഘട്ടമാണത് പോസ്റ്റ് നെഗോഷിയേഷൻ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ഫേസ് എന്ന് പറയുന്നത്. ഓക്കെ, അതിന് കുറച്ച് സ്റ്റെപ്സുകളുണ്ട്, കുറച്ചധികം സ്റ്റെപ്സുകൾ വരുന്നുണ്ട്. ഒരു എഗ്രിമെന്റ് നടപ്പിലാക്കുന്നതിന് നമ്മൾ പല സ്റ്റെപ്സുകളിലൂടെ കടന്നു പോകുന്നുണ്ട്. അതിൽ ആദ്യത്തേത് എന്താണ്? ഫസ്റ്റ് സ്റ്റെപ്പ് ടു പ്ലേസ് ദ പർച്ചേസ് ഓർഡർ. നമ്മൾ എഗ്രിമെന്റ് നടപ്പിലാക്കിയ ശേഷം ഫസ്റ്റ് വരുന്ന ഒന്നാണത് നമ്മുടെ പർച്ചേസ് ഓർഡർ കൊടുക്കുന്നു അല്ലെ. പർച്ചേസ് ഓർഡർ ഏത് മെറ്റീരിയൽ ആണോ വാങ്ങാൻ പോകുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള പർച്ചേസ് ഓർഡർ കൊടുക്കുന്നു. ഓക്കെ, യെസ്. ഇനി നെക്സ്റ്റ് സ്റ്റേജ് എന്താണ്? ഇൻസ്പെക്ഷൻ അറ്റ് ദ സോഴ്സ്. ഇൻസ്പെക്ഷൻ അറ്റ് ദ സോഴ്സ് എന്തായിരിക്കും? സോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ഏത് സോഴ്സിനും, ഇപ്പോ അവർക്ക് ഇപ്പൊ ഒരു കമ്പനിക്ക് പല 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 ഇടങ്ങളുണ്ടാവും, പല ഏരിയാസ് ഉണ്ടാവും അല്ലെ. ചിലപ്പോൾ അവരുടെ ഗോഡൌൺസ് ആയിരിക്കാം, അല്ലെങ്കിൽ പുറത്തു നിന്നായിരിക്കും അവർ കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ അവർക്ക് റിസോഴ്സസ് സൂക്ഷിക്കുന്ന മെറ്റീരിയൽസ് സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അതർ പ്ലേസസുകൾ ഉണ്ടാവും അല്ലെ ഒരു കമ്പനിക്ക്. അപ്പൊ അവർ ഏത് സോഴ്സിൽ നിന്നാണ് അത് കൊണ്ടുവരുന്നത് അല്ലെ, ഗോഡൌണിൽ നിന്നാണോ അല്ലെങ്കിൽ അവരുടെ നമ്മൾ എന്താണ് എവിടെ നിന്നാണ് അവർ കൊണ്ടുവരുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് നമ്മളത് ഇൻസ്പെക്ട് ചെയ്യണം അല്ലെ. ഗോഡൌണിൽ നിന്നാണെങ്കിൽ അത് എവിടെയാണ്, എപ്പോഴാണ്, എങ്ങനെയാണ്, അതിന്റെ സമയം എത്രത്തോളം ആകും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ അനലൈസ് ചെയ്തിരിക്കണം. ഓക്കെ, യെസ്. അപ്പോ ആദ്യത്തേത് നമ്മൾ എന്താ ചെയ്തത്? പർച്ചേസ് ഓർഡർ കൊടുത്തു, ഏത് സോഴ്സിൽ നിന്നാന്നുള്ളത് നമ്മൾ ഇൻസ്പെക്ട് ചെയ്തു. നെക്സ്റ്റ് എന്താണ്? ടു റിസീവ് എ പെർട്ടിക്കുലർ ഐറ്റം ഇൻ അവർ സ്റ്റോർസ്. To receive a particular item in our stores. Now, to receive a particular item in our stores. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്തായിരിക്കും? ഒരു പെർട്ടിക്കുലർ ഐറ്റം നമ്മൾ എന്ത് ചെയ്യും? റിസീവ് ചെയ്യും അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണ് ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഐറ്റം മാത്രം നമ്മൾ റിസീവ് ചെയ്യുന്നത്? ഇതിനു വേണ്ടിയിട്ടായിരിക്കും. പ്രൊഡക്റ്റ് മാത്രം റിസീവ് ചെയ്യുന്ന എന്തിനാ? എന്തിനു വേണ്ടിയായിരിക്കും? നമുക്ക് ആ പ്രൊഡക്റ്റ് ഒന്ന് അനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, അവരുടെ പ്രൊഡക്റ്റുകൾ എങ്ങനെയായിരിക്കും എന്ന് നമുക്കൊന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഐറ്റം, ഏതെങ്കിലും ഒരു ചെറിയ ഐറ്റം ആയിരിക്കും നമ്മൾ അവിടെ ചൂസ് ചെയ്യുന്നത്. ഓക്കെ, അതിനുശേഷം ആ ഐറ്റം സ്വീകരിച്ചതിന് ശേഷം നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇൻസ്പെക്ഷൻ at our premises. Inspection at our premises. What is premises? Premises എന്താണ്? നമ്മുടെ ഇൻസ്പെക്ഷൻ അറ്റ് പ്രിമൈസസ് മീൻസ് ആ കൊണ്ടുവന്ന മെറ്റീരിയൽസ്, നമ്മൾ റിസീവ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽസ് നമ്മൾ ഇൻസ്പെക്ട് ചെയ്യും അല്ലെ. അതിനെങ്ങനെയാണ്, അതിന്റെ ചുറ്റുപാട് എങ്ങനെയാണ്, അത് ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ആണോ, അതിന് കേടുപാടുകൾ ഉണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ അവിടെ, അല്ലെങ്കിൽ ഡാമേജസ് ഒക്കെ അതിന് വന്നിട്ടുണ്ടോ എന്ന് നമ്മൾ അവിടെ ഇൻസ്പെക്ട് ചെയ്യും അല്ലെ. മാത്രമല്ല നമ്മുടെ ഏരിയയിൽ അല്ലെ, നമ്മുടെ ഏരിയയിൽ അത് എത്രത്തോളം അതിന്റെ അവൈലബിലിറ്റീസ് ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവർ അത് ഏതൊക്കെ രീതിയിലാണ് അത് ഉപയോഗിക്കുന്നത്, ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങളാണോ എന്ന് കൂടി നമ്മൾ അവിടെ അനലൈസ് ചെയ്യും. യെസ്. ദെൻ ആക്സെപ്റ്റ് ഓർ റിജക്റ്റഡ്. ഇനി ഡാമേജസ് ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമുക്ക് കിട്ടിയെങ്കിൽ നമ്മൾ അത് എന്ത് ചെയ്യും? ആക്സെപ്റ്റ് ചെയ്യോ റിജക്ട് ചെയ്യോ? ആക്സെപ്റ്റ് ചെയ്യോ റിജക്ട് ചെയ്യോ? ഡാമേജ് ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ് കിട്ടിയതെങ്കിൽ റിജക്ട് ചെയ്യും അല്ലെ. ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് മാത്രം ആക്സെപ്റ്റ് ചെയ്യും, അല്ലാത്തവ നമ്മൾ റിജക്ട് ചെയ്യും. ദെൻ ഈ വാങ്ങിയ മെറ്റീരിയൽസിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യും? റെക്കോർഡിംഗ് സ്റ്റോക്ക് രജിസ്റ്റർ. ആ വാങ്ങിയ മെറ്റീരിയലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ സ്റ്റോക്ക് രജിസ്റ്റേഴ്സിൽ റെക്കോർഡ് ചെയ്യും അല്ലെ. എത്ര അതിന്റെ ക്വാളിറ്റി, അതിന്റെ ക്വാണ്ടിറ്റി, അതിന്റെ നമ്പർ, കാര്യങ്ങൾ മുതലായ
മുതലായ എല്ലാം തന്നെ നമ്മൾ സ്റ്റോക്ക് രജിസ്റ്റേഴ്സിൽ റെക്കോർഡ് ചെയ്യും. ഓക്കെ, ഡേറ്റ് അടക്കം. യെസ്, അതിന്റെ പ്രൈസ്, ഡേറ്റ്, അതിന്റെ ക്വാണ്ടിറ്റി എന്നുള്ള കാര്യങ്ങളെല്ലാം അതിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യും. ദെൻ ഇൻസ്റ്റാളിംഗ് ക്യാപിറ്റൽ എക്യുപ്മെന്റ് ഓർ സ്റ്റോറിംഗ്. ഇൻസ്റ്റാൾ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? വാങ്ങിച്ച മെറ്റീരിയൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന മെറ്റീരിയൽസ് ആണെങ്കിൽ എന്താണ് നമ്മൾ ഇൻസ്റ്റാളിംഗ് പർപ്പസസിന് വേണ്ടി ഉപയോഗിക്കുന്നത്, ഇൻസ്റ്റാൾ ചെയ്യും അല്ലെ. ഇനി ഇൻസ്റ്റാൾ ചെയ്യുന്നത് നമ്മൾ ക്യാപിറ്റൽ എക്യുപ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ക്യാപിറ്റൽ എക്യുപ്മെന്റ് സ്ഥിര ആസ്തി എന്നൊക്കെ പറയും നമ്മള്. ക്യാപിറ്റൽ എക്യുപ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് സ്ഥിരം അസറ്റ് ആണ് അല്ലെ. ഏറ്റവും വിലപിടിപ്പുള്ള മെറ്റീരിയൽസ് ആണ് എന്ത്? ക്യാപിറ്റൽ എക്യുപ്മെന്റ്സ് എന്ന് പറയുന്നത്. നമ്മൾ ഏറ്റവും വില കൊടുത്ത് വാങ്ങിക്കുന്ന മെറ്റീരിയൽ ആണ് അല്ലെ. യെസ്, അതായത് നമ്മുടെ സ്കാനിങ് മെഷീൻസ് അല്ലെങ്കിൽ അൾട്രാസൗണ്ട്, MRI ആയിട്ടുള്ള മെഷീൻസ് എല്ലാം തന്നെ നമ്മുടെ ക്യാപിറ്റൽ എക്യുപ്മെന്റ്സിന്റെ കാറ്റഗറിയിൽ വരുന്നതാണ്. ഓക്കെ, യെസ്. അപ്പൊ വാങ്ങിച്ച മെറ്റീരിയൽസ് ഏതാണോ അത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നു, സ്റ്റോർ ചെയ്യുന്നു. ദെൻ ലാസ്റ്റ് എന്താണ് ചെയ്യുന്നത്? അതിന്റെ പേയ്മെന്റ് ചെയ്യുന്നു. വാങ്ങിച്ച മെറ്റീരിയലുമായി ബന്ധപ്പെട്ട് നമ്മളത് പേയ്മെന്റ് ചെയ്യുന്നു. ഓക്കെ, എക്സിക്യൂട്ടീവ് ബേസിസില് അതെ, എക്സിക്യൂട്ടീവ് ബേസ് എന്ന് പറയുന്നത് നമ്മുടെ എഗ്രിമെന്റ് നടപ്പിലാക്കുന്നത്, ക്യാരി ചെയ്യുന്ന ഒരു ബേസ് ആണ്. അതില് എത്ര സ്റ്റെപ്സ് വരുന്നുണ്ട്? ഓർഡർ പർച്ചേസ് ചെയ്യുന്നു, അത് സോഴ്സ് ഏതാണെന്നത് ഇൻസ്പെക്ട് ചെയ്യുന്നു, ഒരു പർട്ടിക്കുലർ ഐറ്റം നമ്മൾ റിസീവ് ചെയ്യുന്നു, അത് ഇൻസ്പെക്ട് ചെയ്ത് പ്രിമൈസസിൽ നമ്മൾ അത് ഇൻസ്പെക്ട് ചെയ്യുന്നു, അതിനകത്ത് റിജക്ട് ചെയ്യും അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യും. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നമ്മൾ സ്റ്റോക്ക് രജിസ്റ്റേഴ്സിൽ റെക്കോർഡ് ചെയ്യും, അത് ഇൻസ്റ്റാൾ ചെയ്യാനെങ്കിൽ സ്റ്റോർ ചെയ്യും, ലാസ്റ്റ് അതിന്റെ പേയ്മെന്റ് ചെയ്യും. അതോടുകൂടി എക്സിക്യൂട്ടീവ് ഫേസ് അവസാനിക്കും. ഓക്കെ, മനസ്സിലായോ? യെസ്. നെക്സ്റ്റ് വൺ പർച്ചേസിംഗ് പ്രൊസീജിയേഴ്സ് ആണ് പഠിക്കുന്നത് കേട്ടോ. പർച്ചേസിംഗ് പ്രൊസീജിയേഴ്സ്. എടുക്കണോ പർച്ചേസിംഗ് പ്രൊസീജിയർ? വളരെ എടുക്കണോ? അതിൽ വേറൊരു ടോപ്പിക് എടുക്കട്ടെ? എടുക്കാനാണോ പറയുന്നത്? വേറെ ടോപ്പിക് എന്ന് വെച്ചാൽ ഇതല്ല, വേറെ ടോപ്പിക്. ഇതെടുക്കണോ? നിങ്ങൾ കമ്പ് ചെയ്യുമ്പോ എനിക്ക് മനസ്സിലാവണ്ട. ഇതെടുക്കാനാണോ കമ്പ് ചെയ്തത്? ഓക്കെ, യെസ്. ഞാൻ ചോദിക്കട്ടെ, എന്താണ് ഇൻഡിപെൻഡൻസ്? ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ ഇൻഡിപെൻഡ് ആവുക എന്ന് പറയുന്നത് എന്താ? മൈക്ക് ഓണാണ് പറഞ്ഞത്. Can do by yourself. കഴിഞ്ഞു, ചോദ്യം ഉത്തരവൊക്കെ കഴിഞ്ഞു. ചെറിയ പറഞ്ഞു. എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്? എന്താണ്? അനു 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 മിണ്ടുന്നില്ല. ഞാൻ പേര് വിളിച്ചാണെങ്കിൽ മിണ്ടൂല. സ്വതന്ത്രയായിരിക്കുക ആണോ? അല്ല, സ്വന്തം കാര്യം നിൽക്കുന്നത്. ആ, വെരി ഗുഡ്. അത് ഇൻഡിപെൻഡന്റ്. ഇൻഡിപെൻഡൻസ് എന്ന് പറയുമ്പോൾ എന്താണോ? തന്നെയാണോ? സെയിം. ഓക്കെ, സോണിയ ജെയ്സൺ. സോണിയക്ക് എന്താണ് ഇൻഡിപെൻഡന്റ് ആവുക? ഇൻഡിപെൻഡന്റ് ആണോ സോണിയ? സോണിയ ജെയ്സൺ അല്ല, ഇപ്പൊ ഡിപ്പെൻഡന്റ് ആണല്ലോ. ഡിപെൻഡന്റ് ആണ്. ഡിപ്പെൻഡന്റ് ആവും പോകുന്നു, പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അല്ലെ? അതന്നെ. ഇൻഡിപെൻഡന്റ് ആകാൻ ആഗ്രഹിക്കുന്നതിന്റെ കാരണം എന്താ? അപ്പൊ ഞാനൊന്ന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. എനിക്ക് കാരണം വേണ്ടടോ ഡിപെൻഡന്റ് ആവണം. കാരണം വെറുതെ വെറുതെ അല്ല, നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ വേറെ ആരുടെ അടുത്തും ചോദിക്കണ്ടല്ലോ.
ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രമാവില്ല ഇൻഡിപെൻഡന്റ് ആവണം. അങ്ങനെയാണോ? ശരിയാണോ? ഒരു സേവിങ്സും ഉണ്ടാവുമല്ലോ. സേവിങ്സ് ഉണ്ടാക്കാം. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ ഓക്കെ. സോണി, ഓരോരുത്തർക്കും ഓരോ അഭിപ്രായം ആയിരിക്കും അല്ലെ? നജുവക്ക് എന്താണോ? എന്റെ ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ, yes. അതായത് ഇതേപോലെ സ്വന്തം കാലിൽ നിൽക്കുക എന്നുള്ളത് എന്ന് വെച്ചിട്ട് മറ്റേ ഡിപ്പെൻഡൻസി ഞാൻ കുറക്കുന്നില്ല. എന്നാ ഇൻഡിപെൻഡന്റ് ആവുന്ന വെച്ചാല് എനിക്ക് ചില ലക്ഷ്യങ്ങള് അതൊക്കെ ഉണ്ട്. അതായത് എന്റേതായ ചില ലക്ഷ്യങ്ങള് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് എനിക്ക് എനിക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. അതെന്റെ മാത്രം ലക്ഷ്യമാണ്. അത് എനിക്കത് ആരുടെയും ഒരു ഇതില്ലാതെ എനിക്ക് ചെയ്യണം. യെസ്. ഓക്കെ, ഇവിടെ നമ്മുടെ ഫ്രണ്ട്സ് ഒരു കമന്റ് ചെയ്തിട്ടുണ്ട്, ഫ്രീ ടു ഡു എനിത്തിങ് വിത്തൗട്ട് ആസ്കിംഗ് പെർമിഷൻ ടു എനിവൺ. കറക്റ്റ് ആണല്ലേ? ഫ്രീ ടു ഡു എനിത്തിങ് വിത്തൗട്ട് ആസ്കിംഗ് പെർമിഷൻ ടു എനിവൺ. അതന്നെ ഞാൻ ഉദ്ദേശിച്ചത്. എന്റെ ഇഷ്ടത്തിന് എനിക്ക് ചെയ്യാൻ കഴിയണത്. ശരിയാണ് അല്ലെ? നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ പറ്റണ്ടേ? അതല്ലേ നല്ലത്? ഇഷ്ടമുള്ളത് ചെയ്യാൻ പറ്റണം. ഇഷ്ടമില്ലാത്തത് ചെയ്യുന്നത് നല്ലത്, ഇഷ്ടമുള്ളത് ചെയ്യുന്നല്ലേ? അതെ, അത് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം കയ്യില്? നല്ലൊരു ജോലി വേണം അല്ലെ? ജോലി വേണ്ടേ? യെസ്. നമ്മുടെ ആവശ്യങ്ങൾ നമുക്ക് മറ്റാരെങ്കിലും നിന്നും വാങ്ങിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല അല്ലെ? നമ്മളിപ്പോ ഒരു ഫാമിലി ലൈഫിന് മുമ്പ് എങ്ങനെയായിരുന്നു? അച്ഛനമ്മയായിരുന്നു നമ്മളെ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്, ജോലി കിട്ടാത്തവരെ സംബന്ധിച്ചിടത്തോളം. അത് കഴിഞ്ഞ് ചിലർ മാരേജ് കഴിഞ്ഞ് പോയപ്പോൾ ഹസ്ബൻഡിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടായി. എന്നിരുന്നാൽ പോലും നിങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് സ്വന്തം കാലിൽ ഇരുന്ന് സ്വന്തമായിട്ട് ഏൺ ചെയ്യാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് അല്ലെ? യെസ്. അതെ, അങ്ങനെയായിരിക്കുമ്പോ അതിന് വല്ലാത്തൊരു ഫീലിംഗ് ഉണ്ട്. ഒറ്റയ്ക്ക് സമ്പാദിച്ച് ജോലി ചെയ്ത് ഒറ്റയ്ക്ക് നമ്മുടെ ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ നേടിയെടുക്കുമ്പോ, ഒരു ബക്കറ്റ് ലിസ്റ്റ് ഒക്കെ തയ്യാറാക്കി നേടിയെടുക്കുമ്പോ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആണ്. ഓക്കെ, അതിലേക്ക് ലൈഫ് എൻജോയ് ചെയ്യാന്നൊക്കെ പറയുന്നതാണ്. നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്. വലിയ എമൗണ്ടിലുള്ള സാലറി ഒന്നും പ്രതീക്ഷിക്കണമെന്നില്ല. പ്രതീക്ഷിച്ചാൽ കിട്ടും, പ്രതീക്ഷിക്കാതിരിക്കണ്ട കേട്ടോ. നല്ല സാലറി കിട്ടിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷെ എത്ര വരുമാനം കിട്ടിയാൽ പോലും നമ്മൾ അതിൽ സാറ്റിസ്ഫൈഡ് ആവാൻ പറ്റുന്ന രീതിയിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് ചെയ്തു പോയാൽ നമുക്ക് ഭയങ്കര ഹാപ്പിനെസ് ആയിരിക്കും അല്ലെ? ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ. യെസ്. അതായത് പണം എപ്പോഴും പണത്തിന് ഒരിക്കലും പണത്തിന്റെ വില ശരിക്കും മനസ്സിലാവുന്ന പല സന്ദർഭങ്ങളിലൂടെ നിങ്ങൾ പലരും കടന്നു പോയിട്ടുണ്ടോ അല്ലെ? ഉണ്ടോ? പൈസയുടെ വില ശരിയാണ്. അത് ഉള്ളവനും ഇല്ലാത്തവനും വ്യക്തമായിട്ട് അത് അറിയാൻ പറ്റും അല്ലെ? പണം നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അച്ഛനെയും അമ്മയും നോക്കാൻ നമ്മുടെ കയ്യിൽ പൈസ ഇല്ല ഇപ്പൊ അല്ലെ? അപ്പൊ അതിന് പൈസ ആവണ്ട. അതിന് നമ്മൾ കുറെ വർക്ക് ചെയ്യണം. ഒരിക്കലും നമ്മൾക്ക് ഇങ്ങോട്ട് അവസരങ്ങൾ വരണമെന്നില്ല. ഇങ്ങോട്ട് അവസരങ്ങൾ വരുന്ന സമയത്ത് നമുക്കത് ചൂസ് ചെയ്യാൻ പറ്റും. ഓപ്പർച്യൂണിറ്റീസ് ഒരിക്കലും എപ്പോഴും തേടി വരില്ല അല്ലെ? ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോ നമ്മൾ അത് സെലക്ട് ചെയ്യുക. ചെറിയ ജോലി ആണെങ്കിൽ പോലും അതിന് പോവാ, അത് എക്സ്പീരിയൻസ് ആണ്. ചെറുതാണെങ്കിലും പോയി ജോലി ചെയ്യാ, എക്സ്പീരിയൻസ് ആണ്. എന്നിട്ട് അതിലും നല്ല ജോലിയിലേക്ക് മറികടക്കാനായിട്ട് അല്ലെങ്കിൽ പോവാനായിട്ട് നിങ്ങൾ തന്നെ പ്രിപ്പയർഡ് ആവും. ഓക്കെ, മാക്സിമം നമ്മൾ വർക്ക് ചെയ്താൽ മാത്രമല്ല നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. നമ്മൾ സ്വന്തമായിട്ട് കഷ്ടപ്പെടണം. ആരും ഡിപ്പെൻഡ് ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്നു എന്ന് വിചാരിച്ച് ചെയ്യണ്ട. ഈ മറ്റുള്ളവരൊരിക്കും നമുക്ക് ഭക്ഷണം തരില്ല, നമുക്ക് ഹാപ്പിനെസ് തരില്ല, നമുക്ക് മറ്റൊന്നും കൊണ്ടുതരാൻ പോണില്ല മറ്റുള്ളവര്. പിന്നെ നമ്മൾ മറ്റുള്ളവരെ പേടിക്കണം എന്തിനാ അല്ലെ? മറ്റുള്ളവരെ പേടിച്ചിട്ട് ഒരു കാര്യമില്ല. നമ്മളൊക്കെ തന്നെയാണ് ഈ മറ്റുള്ളവരെന്ന് പറഞ്ഞ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അങ്ങനെ കുറച്ച് വ്യക്തികൾ ഉണ്ടാവില്ല, പക്ഷെ അവരെ മൈൻഡ് ചെയ്യുന്ന ഒരു കാര്യമേ ഇല്ല അല്ലെ? അവരൊന്നും നമുക്കൊരു സങ്കടമോ ഒരു വിഷമോ നമ്മളുടെ ഏതെങ്കിലും ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല കേട്ടോ. നമുക്ക് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കാം. മാക്സിമം എഫേർട്ട് എടുത്ത് വർക്ക് ചെയ്യുക. നമ്മൾക്ക് ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കണം. എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പുറത്ത് കുറെ കാര്യങ്ങൾ ചെയ്യാനാണ്. അതിൽ പുറത്ത് നമുക്ക് പല രാജ്യങ്ങളും കാണാനുണ്ട്, പല സ്ഥലങ്ങൾ പോകാനുണ്ട്. പിന്നെ ട്രാവൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനത്തെ ഒരു മെന്റാലിറ്റി ആയിരിക്കും. പിന്നെ എവിടെയെങ്കിലൊക്കെ അതായത് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായി എനിക്ക് പല കാര്യങ്ങളിൽ പല ഇഷ്ടങ്ങളാണ്, പല ടേസ്റ്റസ് ആണ്. അപ്പൊ എല്ലാം ഒന്നും അറിയാം. നമുക്ക് ആകെ ഒരു ജീവിതമുള്ളൂ. എപ്പോഴെങ്കിലും ഒന്ന് ചത്തു അല്ലെ? എപ്പോഴാണ് നമ്മൾ ചത്തുപോണെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ പോകുന്നതിന് മുമ്പ് മാക്സിമം ലൈഫ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റണം അല്ലെ? അവിടെ ലിമിറ്റേഷൻസോ പ്രതിബന്ധങ്ങളോ അറ്റാച്ച്മെന്റ്സോ ഒന്നും വേണ്ട. അതൊന്നും ഇല്ലാതെ നമുക്ക് പറക്കാൻ പറ്റണം. നമ്മുടെ ചിറകുകളൊക്കെ
ചിറകുകൾ ഒടിച്ചു വെച്ചിരിക്കുന്നത് നമ്മൾ തന്നെയാണ് കേട്ടോ. നമ്മുടെ ചിറക് ഒടിച്ചു വെച്ചിരിക്കുന്നത് നമ്മൾ തന്നെയാണ്. ചിറകൊന്ന് ഉയർത്തി പറക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റും. പക്ഷെ അതിനുവേണ്ടി നിങ്ങൾ ശ്രമിക്കാത്തതുകൊണ്ടാണ് പറ്റാത്തത്. ശ്രമിച്ചു നോക്കും, എന്തായാലും പറ്റും. ഇതിനുള്ള ആഗ്രഹം ഉണ്ടാവണം, തീവ്രമായ ആഗ്രഹം ഉണ്ടാവണം. ലോകത്തെ അറിയാനും പല പല ടേസ്റ്റസ് കാണാനും കാഴ്ചകളൊക്കെ കാണാനൊക്കെ ഒരു ടേസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ പറ്റും. അതിൽ പൈസ എന്ന് പറയുന്ന ഒരു വലിയ ഫാക്ടറാണ്. അപ്പൊ അതുണ്ടാക്കാനായിട്ടും ഏറ്റവും നല്ലൊരു ജോലി കണ്ടെത്താനായിട്ടും നമ്മൾ ആദ്യം വില്ലിങ് ആവുക, അതിനു വേണ്ടി വർക്ക് ചെയ്യുക കേട്ടോ. യെസ്. പിന്നെ നിങ്ങൾക്ക് പല പല സർക്കിൾസ് ഉണ്ടാവും, ഫ്രണ്ട്സ് ഉണ്ടാവും, കസിൻസ് ഉണ്ടാവും, അങ്ങനെയൊക്കെ ഏതെങ്കിലുമൊക്കെ സർക്കിൾ ഉണ്ടാവും അല്ലെ. ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടാവും, ചിലപ്പോൾ കുറച്ച് സർക്കിൾ ഉണ്ടാവും. ഏതാണെങ്കിലും അങ്ങനെയുള്ള ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ എപ്പോഴും സംരക്ഷിച്ചു പോവാം. ഫാമിലി ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും കസിൻസ് ആണെങ്കിലും എന്താണ് അങ്ങനെ ചിലത് ഒരുപാട് ചെറിയൊരു സർക്കിളാണ് എപ്പോഴും നല്ലത് കേട്ടോ. ഒരുപാട് വലുതായിട്ടുള്ളവർ നല്ലതാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ചെറിയ സർക്കിളിൽ കുറച്ച് നമ്മളെ മനസ്സിലാക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടെങ്കിൽ ലൈഫ് അടിപൊളിയാണ് അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ലൈഫ് എപ്പോഴും ചൂസ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റണം. അങ്ങനെ ലൈഫ് ഉണ്ടാവണമെങ്കിൽ പിന്നെ അപ്പ് ആൻഡ് ഡൗൺസ് നമ്മൾ എപ്പോഴും ഉണ്ടാവും അല്ലെ. നമുക്ക് സന്തോഷം ഉണ്ടാവും, സങ്കടം ഉണ്ടാവും, അങ്ങനെ മിക്സ് ആയിട്ടുള്ള ഒരു ലൈഫാണ്. അപ്പൊ ഒരു സെൽഫ് കൺട്രോളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മള് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ എന്താണ് എപ്പോഴെങ്കിലൊക്കെ എത്തിച്ചേരും. എപ്പോഴെങ്കിലൊക്കെ ചിലപ്പോ നമ്മളൊക്കെ എവിടെയെങ്കിലും വെച്ച് കാണും, എവിടെയെങ്കിലൊക്കെ എത്തിച്ചേർന്നിട്ട് ഇങ്ങനെ കാണാൻ പറ്റട്ടെ അല്ലേ. യെസ്. പിന്നെ നമ്മളെ മനുഷ്യനെ കൊണ്ടുപോകുന്നത് നമ്മുടെ ടെൻഡൻസീസ് ആണ് അല്ലെ. ഹ്യൂമൻ ടെൻഡൻസി, മനുഷ്യന് 14 പ്രവണതകളുണ്ട്. അതറിയാമോ നിങ്ങൾക്ക്? മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം 14 ടെൻഡൻസീസ് ഉണ്ട് നമുക്ക്. എന്തൊക്കെയാണെന്നറിയോ ടെൻഡൻസീസ്? എക്സ്പ്ലോറേഷൻ, എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. ക്യൂരിയോസിറ്റി നമ്മൾ പല കാര്യങ്ങളും ക്യൂരിയോസ്ഡ് ആണ് അല്ലെ. അതേപോലെ തന്നെ കാൽക്കുലേഷൻ ഉണ്ട് നമുക്ക്. നമുക്ക് എല്ലാവർക്കും പല പല കണക്കുകൂട്ടലുണ്ട് അല്ലെ. നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്കൊരു കണക്കുകൂട്ടലുണ്ട്. സെൽഫ് കൺട്രോൾ ഉണ്ട്, നമുക്ക് ആത്മനിയന്ത്രണം ഉണ്ട്. കോൺസെൻട്രേഷൻ ഉണ്ട് അല്ലെ. കോൺസെൻട്രേഷൻ എന്താണ്? ഏകാഗ്രത. വർക്ക്, എല്ലാവരും വർക്ക് ഹോളിക്കാണ്. ഫിസിക്കലി മെന്റലി നമ്മൾ എല്ലാവരും ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ പെർഫെക്ഷൻ എന്താണ്? നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ മാക്സിമം ഏറ്റവും പൂർണ്ണമായിട്ട് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കാറുണ്ട്. പെർഫെക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ എത്രണ്ണമായി? 14 ഉണ്ട് കേട്ടോ. 14 പറഞ്ഞു കഴിഞ്ഞിട്ടില്ല. അബ്സ്ട്രാക്ഷൻ, നമ്മുടെ കാര്യങ്ങളിലൊക്കെ എല്ലാവർക്കും എന്തുണ്ട്? നമ്മൾ ഓരോരോ കാര്യം ചെയ്യുമ്പോൾ നിങ്ങളിപ്പോ 16 പേരുണ്ട്, 16 ഇൻഡിവിജ്വൽസ് ആണ്. 16 പേര് ഇപ്പൊ പഠിച്ച കാര്യങ്ങൾ 16 രീതിയിലായിരിക്കും നിങ്ങൾ മനസ്സിലാക്കിയത്. അതിനെയാണ് ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. അതായത് ഓരോന്നും അബ്സ്ട്രാക്റ്റീവ് ആയിട്ട് ചിന്തിക്കുന്നവരാണ് അല്ലെ. അബ്സ്ട്രാക്ഷൻ ഉണ്ട്. പിന്നെ എന്താണ് നമുക്കുള്ളത്? കാൽക്കുലേഷൻ പറഞ്ഞു. കമ്മ്യൂണിക്കേഷൻ എന്താണ്? ആശയവിനിമയം. അത് മനുഷ്യന്റെ ഒരു ടെൻഡൻസിയാണ് അല്ലെ, ലാംഗ്വേജ് ഉപയോഗിക്കുക എന്ന് പറയുന്നത്. അതുപോലെ ഗ്രിഗേറിയനസ് എന്ന് പറയുന്നത് എന്താണ്? കൂട്ടം ചേരുക അല്ലെ, അല്ലെങ്കിൽ ഒരു സർക്കിളിൽ ഒതുങ്ങിക്കൂടാ എന്ന് പറയുന്നത്. മറ്റുള്ളവരുമായിട്ട് നമ്മളുടെ വിഷമങ്ങളും സന്തോഷങ്ങളായാലും സങ്കടങ്ങളായാലും ഷെയർ ചെയ്യാൻ പറ്റുക. അത് എല്ലാ മനുഷ്യനും ആഗ്രഹിക്കുന്ന ഒരു ടെൻഡൻസിയാണ്, ഒരു പ്രവണതയാണ്. പിന്നെ പെർഫെക്ഷൻ പറഞ്ഞു. പിന്നെന്താണ്? ഇൻഡിപെൻഡൻസ്. അതിൽ ലാസ്റ്റ് വരുന്ന ഒരു നീഡാണ് ഹ്യൂമൻ നീഡാണ്. അത് നമ്മുടെ മനുഷ്യന്റെ അതായത് ഫണ്ടമെന്റൽ ആയിട്ടുള്ള നീഡാണ് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്. എല്ലാവരും എന്താണ്? സ്വാതന്ത്ര്യമാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പൊ നേരത്തെ പറഞ്ഞ ഈ 14 ടെൻഡൻസി എല്ലാം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർ റിലേറ്റഡ് ആണ് അല്ലെ. ഇപ്പൊ നമുക്ക് കോൺസെൻട്രേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുള്ളൂ. കാൽക്കുലേഷൻ ഉണ്ടെങ്കിൽ കോൺസെൻട്രേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. അതേപോലെ തന്നെ നമ്മള് എന്താ പറയാ, സെൽഫ് കൺട്രോൾ ഉണ്ടെങ്കിൽ നമുക്ക് പെർഫെക്ഷനിലേക്ക് എത്തിച്ചേരാൻ പറ്റും. ഇതെല്ലാം ഇന്റർ റിലേറ്റഡ് ആണ്. ഈ പറഞ്ഞ ടെൻഡൻസികളെല്ലാം തന്നെ എന്താണ്? പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആണ്. അപ്പൊ മനുഷ്യനെല്ലാവരും നമ്മുടെ ജനനം മുതൽ മരണം വരെ എന്താണ്? ഈ ഒരു ടെൻഡൻസി കൊണ്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രവണതകൾ ഇല്ലെങ്കിൽ മനുഷ്യരില്ല കേട്ടോ. നമ്മളിപ്പോ ആദ്യകാലത്ത് നമ്മള് തീ കണ്ടുപിടിച്ചു അല്ലെ. ചരിത്രാതീത കാലത്ത് നമ്മൾ ആദിമ മനുഷ്യൻ എന്താണ്? ഫസ്റ്റ് തീ ആണ് കണ്ടുപിടിച്ചത് അല്ലെ. ഇപ്പോ അങ്ങനെ കണ്ടുപിടുത്തങ്ങൾക്ക് ശേഷം നമ്മുടെ മനുഷ്യന്റെ ഇത്തരം പ്രവണതകൾ മുഴുവൻ ഓരോന്ന് കണ്ടുപിടിച്ച് ഈ ടെൻഡൻസി മുതൽ എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ള ടെൻഡൻസി മുതൽ ഇതുവരെ എത്തിയത്. ഇപ്പൊ നമ്മൾ ഏതിലാണ്? തീ ആണ് കണ്ടുപിടിച്ചത്. ഇപ്പൊ നമ്മൾ എന്താണ്? AI അസിസ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എത്തിച്ചേരണം അല്ലെ. ഇപ്പൊ മനുഷ്യൻ ഏതാണ് കണ്ടുപിടിച്ചിരിക്കുന്നത്? നമ്മളിപ്പോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആയിട്ടുള്ള ഒരു ലൈഫിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. ഇതിനെല്ലാം കാരണം മനുഷ്യനിലുണ്ടായ പ്രവണതകളാണ്, അല്ലെങ്കിൽ ടെൻഡൻസീസ് ആണ്. ഓക്കെ, വല്ലതും മനസ്സിലായോ പറഞ്ഞിട്ട്? ഇല്ല, ഞാൻ സൈക്കോളജി പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് അറിയാമോ? അതുകൊണ്ടല്ലേ അറിയില്ല.
ഞാനിവിടെ TTC-യിലെ സൈക്കോളജിക്ക് പഠിപ്പിക്കുന്നത്. സൈക്കോളജി പഠിച്ചാവാം കേട്ടോ. എഡ്യൂക്കേഷൻ സൈക്കോളജി, പാരാസൈക്കോളജി, ഫോറൻസിക് സൈക്കോളജി, ചൈൽഡ് സൈക്കോളജി, ഇതിലൊക്കെയാണ് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. എക്സ്പെഷ്യലി പാരാസൈക്കോളജി അറിയാലോ നിങ്ങൾക്ക്. പ്രേതം ഉണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇതുവരെയും പഠിച്ചിട്ട് ഞാനൊരു പ്രയത്നം കണ്ടിട്ടില്ല കേട്ടോ, പാരാസൈക്കോളജി പഠിച്ചിട്ട്. പക്ഷെ നമ്മളുടെ ഇടയിൽ ഒരു പോസിറ്റീവ് എനർജി നിലനിൽക്കുന്നുണ്ട് കേട്ടോ. നമ്മളുടെ ഇടയിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള, നമ്മൾ കാണാത്ത അദൃശ്യമായിട്ടുള്ള ഒരു കാര്യം നിലനിൽക്കുന്നുണ്ട്. അത് വർത്താനം പറയണ ഞാൻ കേട്ടിട്ടുണ്ട്. എത്ര പേർക്ക് ധൈര്യം ഉണ്ടെന്ന് പുറയിലോട്ട് തിരിഞ്ഞു നോക്കാൻ? എന്തെങ്കിലും കണ്ട എന്നെ കണ്ട് പേടിക്കരുത് കേട്ടോ. എത്ര പേർക്ക് ധൈര്യം ഉണ്ട് പുറയിലോട്ടും തിരിഞ്ഞു നോക്കാൻ? സ്വതം ഒന്ന് തിരിഞ്ഞു നോക്കി പുറയിലോട്ട്. പേടിച്ചിട്ടാണ് ഞാനിവിടെ മുമ്പിലിരിക്കുന്നുള്ളൂ, അപ്പൊ എന്നെ പേടിക്കില്ല. ഒന്നുമില്ലടോ, വെറുതെ പറഞ്ഞ കണ്ട വിശ്വസിച്ചത്. പുറയിൽ എന്താ ഉണ്ടെന്ന് നിങ്ങൾ ഒരു സെക്കൻഡ് നേരത്തെ വിശ്വസിച്ചില്ലേ നിങ്ങള്? പക്ഷെ നമ്മുടെ പുറകിലൊക്കെ എന്തൊക്കെയുണ്ട്, നമ്മൾ കാണാത്ത പലതും നമ്മുടെ ചുറ്റിലുണ്ട്. അങ്ങനെ സംസാരം ഞാൻ കേട്ടിട്ടുണ്ട്. സംസാരം കേട്ടിട്ടുണ്ടോ? അശരീരി അശരീരില്ല, അടുത്തിരുന്ന് വർത്താനം പറയണ ഞാൻ കേട്ടിട്ടുണ്ട്. തൊട്ടടുത്തിരുന്ന് തോന്നിട്ടുണ്ട്. എപ്പോഴാണ്, ആരായിരുന്നത്? അതെനിക്കറിയില്ല. ഞാൻ അന്നേരം പണ്ടുള്ള അന്നാൻ വെള്ളം എടുത്ത് കളിക്കും. എപ്പോഴായിരുന്നു സമയം? പുലർച്ചെ 3 മണി 5 മണി എക്സാക്ട് ടൈമാണത്. 3 മണിക്ക് ഇവരോട് പേടിച്ചോണ്ട് ഇതൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തവര്. എക്സാക്ട് ടൈമാണ് 3 to 4 മണി വരെയാണ് നമുക്ക് അദൃശ്യമായിട്ടുള്ള ശക്തികൾ ഭൂമിയിൽ നിലനിൽക്കുന്നത് കേട്ടോ. നിങ്ങൾ പറയുന്നില്ലേ ക്ലാസ് ഉച്ചക്കായത് വായിക്കുന്നു, നിങ്ങളുടെ അൺകോൺഷ്യസ് മൈൻഡിൽ ഇതൊക്കെ കിടക്കുന്നുണ്ടാവും. രാത്രി കിടക്കുന്നതിന് മുമ്പ് പേടിയുള്ള ആൾക്കാരാണെങ്കിൽ മിസ് പറഞ്ഞ കാര്യം ആ സമയത്ത് ഓർക്കും. പുറത്തു പോലും ഉറങ്ങില്ല, സത്യം പറയാം. എത്ര പേർക്ക് ധൈര്യമുണ്ട് രാത്രി 2 മണി, ഒരു 2:30 ആകുമ്പോ നിങ്ങളുടെ ജനലൊന്ന് തുറന്ന് ഒന്ന് വെള്ളം കുടിക്കാൻ വേണ്ടി ജനലിന്റെ അടുത്ത് പോയിട്ട് കറക്റ്റ് ഒന്ന് മാറ്റി ജനൽ തുറന്ന് പുറത്തേക്ക് ഒന്ന് നോക്കാം നിങ്ങള് രാത്രി ഇരുട്ടത്ത്. ഓക്കെ, അപ്പൊ അവിടെ എന്തോ അനങ്ങുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്തോ അനങ്ങുന്നുണ്ടാവും. എക്സാമ്പിൾ ആയിട്ട് എടുക്കട്ടോ, എന്തോ അനങ്ങുന്നുണ്ട്. നിങ്ങൾ അവിടെ അപ്പൊ തന്നെ നിങ്ങൾ എന്ത് സ്ഥിരീകരിക്കും? അവിടെ പ്രേതമുണ്ട് അല്ലെ? അവിടെ പ്രേതമുണ്ട്, അവിടെ എന്തുകൊണ്ട് നിങ്ങൾ തീരുമാനിച്ചു? ആരാണ് തീരുമാനിച്ചത്? നിങ്ങളുടെ മനസ്സാണ് തീരുമാനിച്ചത് അല്ലെ? നമ്മുടെ മനസ്സാണ് എല്ലാത്തിനും പ്രശ്നം. മനസ്സ് എന്ത് പറയുന്നു നമ്മൾ അത് വിശ്വസിക്കും അല്ലെ? നമ്മുടെ മനസ്സാണ് നമ്മളെ പല എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം ഈ പറഞ്ഞ ആളാണ് അല്ലെ? അവിടെ പ്രേതം പോലും ഉണ്ടായില്ല. അവിടെ ഒരു വാഴ ഉണ്ടായിരുന്നു, ഒരു ഇളം കാറ്റ് വീശിയപ്പോ വാഴയിൽ ആടിയതാണ് അല്ലെ? പക്ഷെ നിങ്ങൾ എന്ത് വിശ്വസിച്ചു? അവിടെ പ്രേതം ഉണ്ടെന്ന് പറഞ്ഞ് ചാടി കയറി വീട്ടിൽ പോയി വാതിൽ അടച്ചു കിടന്നു തുടങ്ങി അല്ലെ? റൂമിൽ കയറി. ഇതൊക്കെ നിങ്ങൾ തന്നെ തീരുമാനിക്കുക. അങ്ങനെ ഒന്നും ഇല്ല പിള്ളേരെ കേട്ടോ. പക്ഷെ എന്ത് നമ്മളുടെ കണ്ണുകൊണ്ട് ഒന്നും കാണാൻ പറ്റില്ല. കണ്ടെന്നൊക്കെ പലരും പറയുന്നില്ലേ, പല തിയറീസിലൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കൂ, ഇപ്പൊ ഈ ജീവിച്ചിരിക്കുന്നവരല്ലേ മരിച്ചവരെ കുറിച്ച് പറയുന്നത് അല്ലെ? ജീവിച്ചിരിക്കുന്ന ആൾക്കാരല്ലേ മരിച്ചവരെ കുറിച്ച് പറയുന്നത്? ചിന്തിച്ചു നോക്കിയാൽ ശരിയല്ലേ? കറക്റ്റ് അല്ലേ? മരിച്ചുപോയവരാരും നിങ്ങളുടെ മുമ്പിൽ ഇരുന്ന് കസേരയിട്ടിരുന്ന് പറയുന്നുണ്ടോ ഞാനിങ്ങനെയായിരുന്നു അങ്ങനെയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടോ? ആരുമില്ല. ജീവിച്ചിരിക്കുന്ന മനുഷ്യന്മാര് തന്നെയാണ്, ജീവനുള്ള വ്യക്തികളാണ് മരണകാലത്തെ കുറിച്ച് പറയുന്നത്. അതും നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന കുറെ കാര്യങ്ങളാണ് അല്ലെ? ആഫ്റ്റർ ഡെത്ത് നമുക്ക് ആർക്കും അറിയില്ല. പുസ്തകങ്ങളിൽ എഴുതി വെച്ചിരിക്കുന്ന പോലെ അല്ല ആഫ്റ്റർ ഡെത്ത്. കുറച്ചുകൂടി പറഞ്ഞാൽ പേടിയാവും അല്ലെ? വേണ്ട. ഇവിടെ നമ്മുടെ ക്ലാസ്സിൽ കുറച്ച് പേടിയുള്ള കുട്ടികളുണ്ട്. ഇപ്പൊ കമന്റ് എന്താ അറിയാം. അതിനൊന്നും പേടിക്കണ്ട കേട്ടോ പിള്ളേർ. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക. രാത്രിയൊക്കെ പുറത്തോണം. ഞാനൊക്കെ രാത്രിയൊക്കെ നല്ലോണം പുറത്തോളം കൊടുക്കില്ല. ഇത് പഠിച്ചിട്ടൊന്നുമില്ല കേട്ടോ. സൈക്കോളജി പഠിക്കുന്നതിന് മുമ്പ് ഞാൻ പോയിരുന്നു പുറത്തോട്ട്. അനുവിന് ഇത്ര പേടിയാണോ? ഒന്നില്ലെങ്കിലും നമുക്ക് ഇത്രയും പ്രായമില്ലല്ലോ ഇത്രയും പഠിക്കണേ. അങ്ങനൊന്നുമില്ല കേട്ടോ. നിങ്ങള് നമ്മളുടെ മനസ്സിനാണ് ഏറ്റവും കൂടുതൽ ധൈര്യം വേണ്ടത്. അപ്പൊ വലിയ വലിയ സിറ്റുവേഷനൊക്കെ വന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുള്ളൂ? ഇതൊക്കെ നമുക്ക് തരണം ചെയ്ത് പോണ്ടേ? ഞാൻ ഈ സൈക്കോളജി പഠിക്കാൻ മെയിൻ ആയിട്ടുള്ള കാരണം എന്റെ ഒരു വയസ്സ് മുതല് ഒരു 29 29 വയസ്സ് വരെ ഞാൻ ലൈഫില് ഹാപ്പിനെസ് എന്താന്ന് അറിഞ്ഞിട്ടില്ല. എന്റെ ലൈഫില് ഇല്ലാത്ത സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല. അതേപോലെ ദുരിതങ്ങളും ദുഷ്കങ്ങളും നിങ്ങൾ വിചാരിക്കാത്ത പോലെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു വന്ന വ്യക്തിയാണ് ഞാൻ.
ഒരു വയസ്സില് എന്റെ അമ്മ മരിച്ചപ്പോ തുടങ്ങി, ഒരു വയസ്സിലുണ്ടോ അന്ന് മുതൽ ഇങ്ങോട്ടുള്ള ലൈഫ് എന്ന് പറയുന്നത് ഭയങ്കര അനുഭവങ്ങളാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ അനുഭവങ്ങൾ ഉള്ളവർക്ക് പഠിക്കാൻ പറ്റിയ കോഴ്സാണ് സൈക്കോളജി. അപ്പൊ അനുഭവങ്ങൾ ഉള്ളവരാണ് ഇത്രയും ഫ്രീ ആയിട്ട് ഇങ്ങനെ ഫ്രീ ആയിട്ട് ഉപദേശങ്ങൾ തരുന്നത്. മനസ്സിലായോ? ഇപ്പൊ ഒരു 29 ഇപ്പൊ കഴിഞ്ഞു. ഇപ്പൊ എനിക്ക് ജൂലൈ 30 30 വയസ്സാവും. ജൂലൈ 30 ജൂലൈ 3 ഓക്കെ. അപ്പൊ 29 വയസ്സ് വരെ ഉണ്ടായ ദുരിതങ്ങളോ ബുദ്ധിമുട്ടുകളോ, അതായത് നമ്മളൊരിക്കലും പ്രതീക്ഷിക്കുന്നില്ല എപ്പോഴെങ്കിലും ഒരു ഹാപ്പിനെസ് വേണ്ടേ. പക്ഷെ അതിനൊക്കെ എനിക്ക് എന്റെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി എന്നെ സഹായിച്ചത് ഈ ഒരു സബ്ജക്ട് മാത്രവും പഠിപ്പിച്ച ടീച്ചേഴ്സും അങ്ങനെയായിരുന്നു. സൈക്കോളജി പഠിപ്പിച്ച ടീച്ചേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഇത്രയും വലിയ തിയറി ഒക്കെ ഇല്ലേ, നമ്മൾ ഇത്രയൊക്കെ പഠിപ്പിച്ചു തരും. ഭയങ്കര സിമ്പിൾ അത്. തിയറി ഒക്കെ മനസ്സിലായി കഴിഞ്ഞാൽ നമ്മുടെ മനസ്സും കാര്യങ്ങളൊക്കെ ഇത്രയോളം നമുക്ക് മനസ്സിലാവും. അപ്പൊ ഒരു വിഷമം വന്നാൽ എങ്ങനെ കൺട്രോൾ ചെയ്യണോ എന്നൊക്കെ ടെക്നിക്സ് ഒക്കെ നമ്മൾ പഠിച്ചു. അങ്ങനെയാണ് ഇവിടം വരെ എത്തിയത്. അപ്പൊ എല്ലാവരുടെ ലൈഫിൽ എന്തൊക്കെ ഉണ്ടാവും, ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ എന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങൾ എനിക്ക് പോകുമല്ലോ, അതാണ് കേട്ടോ. അപ്പൊ അതൊക്കെ തരണം ചെയ്യാൻ നമുക്ക് പറ്റണം. അല്ലെങ്കിൽ എന്താണ്, അപ്പൊ ഇത്രയും മനസ്സിലാക്കി ഒരു ലൈഫേ ഉള്ളൂ. അതങ്ങോട്ട് എന്തൊക്കെ വിഷമം, അപ്പൊ എന്തോ ഒരു വിഷമം ഉണ്ടായിട്ടും ഞാനതൊക്കെ ഫേസ് ചെയ്ത് ഇവിടെ എത്തി. ഇപ്പോഴും ഫേസ് ചെയ്തോണ്ടിരിക്കും. ഇപ്പോഴും ഒന്നും കരകയറിയിട്ടൊന്നുമില്ല കേട്ടോ. ഇപ്പോഴും ഇങ്ങനെ ഫേസ് ചെയ്തോണ്ടിരിക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞാലും ഡിപ്പെൻഡ് ചെയ്യരുതെന്ന് പറഞ്ഞത്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അമ്മ നഷ്ടമായത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. എല്ലാവർക്കും അമ്മ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയ ഒരു പേഴ്സൺ അല്ലേ, അല്ലെ? യെസ്. അപ്പൊ അതെന്താണ് ഏതാണ് എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ കണ്ടത് പോലും ഞാൻ ഓർക്കുന്നില്ല. അപ്പൊ അതാണ് എന്റെ ആദ്യത്തെ ട്രാജഡി. അവിടെ നിന്ന് ഇങ്ങോട്ട് അമ്മ പോയാൽ പിന്നെ നമുക്ക് ആരുമില്ല, അല്ലെ? അതെപ്പോഴെങ്കിലും റിയലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഓക്കെയാണ്. ഇപ്പൊ നമ്മൾ വിഷമങ്ങളിലൂടെ ഇങ്ങനെ പോയി വിഷമത്തിൽ ഇങ്ങനെ സെറ്റായി. ഇപ്പൊ ഒരു പ്രശ്നമില്ല. എന്തൊക്കെ വിഷമമാണെങ്കിലും നമ്മൾ ഹാപ്പിയാണ്. ഓക്കെ, നിർത്തട്ടെ? ഇത് ബോറടിച്ചാ? യെസ്, പോയി എല്ലാവരും കത്തി കേട്ടപ്പോ. നമ്മള് അടുത്ത മാസം കൂടി നമ്മൾ ഇങ്ങനെ കാണുള്ളൂ കേട്ടോ. ജൂൺ ലാസ്റ്റ് നമ്മുടെ കോഴ്സ് തീരും. അതുവരെയൊക്കെ നമുക്ക് കാണാം. പുറത്ത് വെച്ച് കണ്ടാലും എനിക്ക് നിങ്ങളെ അറിയാൻ പറ്റില്ല. നിങ്ങളൊന്ന് സംസാരിക്കണം, കിട്ടണം കേട്ടോ. താങ്ക് യു. ലെഫ്റ്റ് ആയിക്കോട്ടോ. 3 മണിയിൽ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന ക്ലാസ്. താങ്ക് യു. ഓട്ടെ, എന്താണ് എല്ലാവരും പെട്ടെന്ന് സൈലന്റ് ആയത്? എന്തുപറ്റി? ഓക്കെ, ശരി. അപ്പൊ അനു രാത്രിയാകുമ്പോ 2 മണിക്ക് ഇറങ്ങണം കേട്ടോ. രാത്രിയാകുമ്പോ എന്നെ ഓർക്കണം. വരും. അതിന് സിമ്പിൾ എക്സാമ്പിൾ വേറെ പറയട്ടെ. നമ്മൾ മരണ വീട്ടിൽ പോയ ബോഡി ആണ് നോക്കാറുണ്ടോ? നിങ്ങൾ മരണ വീട്ടിൽ പോയ ബോഡിയുടെ മുഖത്ത് നോക്കാറുണ്ടോ? ഇല്ല, നോക്കാറില്ല ചിലവര്. അല്ല, എന്തുകൊണ്ടാണ്? നിങ്ങൾ നോക്കൊന്നുമില്ല, പക്ഷെ രാത്രിയാകുമ്പോ ആ മുഖം നിങ്ങൾക്ക് ഓർമ്മ വരും. എന്തുകൊണ്ടാണ്? നമ്മൾ എന്ത് സ്വീകരിക്കണ്ട എന്ന് മനസ്സിൽ വിചാരിക്കുന്നു, അത് നമ്മളുടെ പ്രത്യേകിച്ച് ഒരു സൈലന്റ് ആയ മൊമെന്റിൽ നമ്മുടെ മനസ്സിലോട്ട് വരും. അങ്ങനെയാണ് കേട്ടോ. യെസ്. എന്നാലും പേടിക്കരുതല്ലോ. പേടിച്ചുള്ള പണിയൊപ്പിക്കരുത്. എന്റെ ജോലി പോകും ദൈവമേ. ഓക്കെ, ശരി. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.